പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനത്തെ കുറിച്ചാണ് സുവിശേഷത്തിൽ പറഞ്ഞത്. ബ്രദർ എവിടെയാണോ പറഞ്ഞത് ഈ ടോക്ക് അവസാനിപ്പിച്ചത് അവിടെ നിന്ന് സുവിശേഷത്തിന്റെ വ്യാഖ്യാനം തുടരും. വളരെ മനോഹരമായിട്ട് ഈ ലോകത്തിലെ ബഹളങ്ങളും ആഘോഷങ്ങളും ഒക്കെ വേണം, പക്ഷെ അതൊക്കെ കടന്നു പോകും. ബ്രദർ തന്നെ പറഞ്ഞു, യഥാർത്ഥ ജ്ഞാനം മരിച്ചിട്ട് തിരിച്ചറിഞ്ഞാൽ പോരാ, ജീവിച്ചിരിക്കുമ്പോഴേ സുബോധമുള്ളവരായിരിക്കണം. ദൂതപുത്രനെ പോലെ ലോകം വെട്ടിപ്പിടിക്കാൻ ഓടി, ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാൻ ഓടി, ഒടുവിലെങ്കിലും തിരിച്ചറിയാനായി. എന്നെ ബ്രദർ ക്ലാസ് എടുത്തപ്പോൾ എന്നെ ബോധ്യപ്പെടുത്തിയൊരു കാര്യം, നല്ല കള്ളനാണ്, അവൻ കള്ളനാണ്, പക്ഷേ നല്ല കള്ളൻ എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും, കാരണം കക്കേണ്ടത് കട്ടു എന്നുള്ളതാണ്, അത് സമയത്ത് കട്ടു എന്നുള്ളതാണ്, ആ സമയത്ത് സ്വർഗം നേടിയെടുക്കുന്നുള്ളതാണ്. ഈ എന്നെ ഓർക്കണം പർദീസയിൽ എന്നൊരു സുബോധം എന്നൊരു സാധനം. ഇത്രയും നാൾ ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടി പലതും കട്ടു, പക്ഷെ ഇതൊന്നും ഒരു കാര്യമില്ല. അവിടുത്തെ സൗഭാഗ്യം വേണം, തുരുമ്പും കീടവും നശിപ്പിക്കാത്ത ആ പർദീസാനുഭവം വേണമെന്ന ഒരു സുബോധം അവനെ നല്ല കള്ളനാക്കിയില്ലേ. തീർച്ചയായിട്ടും ഇവിടെ നമ്മളാരും പെർഫെക്റ്റ് അല്ല, കുറച്ച് കള്ളത്തിലൊക്കെ ഉണ്ട്, എങ്കിലും നല്ല കള്ളന്മാരാകട്ടെ, അതായത് സ്വർഗം സ്വന്തമാക്കുന്നവരാകട്ടെ. ആ ഒരു സുബോധം, ആ ഒരു ജ്ഞാനം നമുക്ക് കിട്ടും. അതാണ് സുവിശേഷത്തിൽ മനോഹരമായിട്ട് ഈശോ പറയുന്നത്, വളരെ കൃത്യമായി. ഇത് പരിശുദ്ധാത്മാവ് നയിച്ചതുപോലെ തന്നെ എനിക്ക് തോന്നി. ഇന്ന് ഈ ടോക്കിനെ പറ്റിയ, ഇന്നത്തെ ഈ വരുമാന വളർച്ച ധ്യാനത്തിന് പറ്റിയ ഒരു സുവിശേഷ ഭാഗം ഈശോ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഒരുക്കത്തോടെ ധ്യാനിക്കാം. ഈ വിശുദ്ധ ബലിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ, ജ്ഞാനം കൊണ്ട് നയിക്കട്ടെ. തീർച്ചയായും ആ ജ്ഞാനത്താൽ നയിക്കപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ശ്രേഷ്ഠമായ വലിയ ജീവിതം നയിക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾക്കുണ്ടാകുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ നമ്മുടെ പാപങ്ങൾ കൊടുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് ജാതനായ ഏകപുത്രൻ വഴി അങ്ങ് ജ്ഞാനത്തിന്റെ ശോഭ ലോകത്തിന് അങ്ങ് കന്നിവാർന്ന് വെളിപ്പെടുത്തി. ക്രിസ്തുവിന്റെ ദൈവിക പ്രകൃതിയാൽ ഞങ്ങൾ പങ്കുചേരാൻ സ്വർഗീയ ജ്ഞാനം ഗ്രഹിച്ചുകൊണ്ട് നിത്യജീവന് ഞങ്ങൾ അർഹരാകാനും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു,
നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. അവരുടെ നാമം എൻ്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിപ്പിക്കുകയോ ഇല്ലായിരുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയെ അനുഗമിക്കുന്നത് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. കർത്താവെ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകളുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവെ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവെ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റു പറത്തുന്ന പതിര് പോലെയാണ്. അവർ കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവെ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വരുന്നു, അവിടുന്ന് എതിരേൽക്കുന്നവൻ, അവിടുന്ന് തന്നെയാണ് സമാധാന രാജ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിടുന്നേ കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായി സുവിശേഷമുള്ള വായന അധ്യായം 16 മുതൽ 19 വരെ തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തിന് അരുളി ചെയ്തു, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാച് ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷമാണ്. അതായത് ഇന്ന് സുവിശേഷത്തിലെ കാര്യം മാത്രം പറയാം. വളരെ മനോഹരമായിട്ട് ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതിക്കും. ഇത് പറയാൻ കാരണം പശ്ചാത്തലം എന്താണ്? അതിന് മുമ്പ് ഇവര് ഭയങ്കര തർക്കമാണ്. അവർ കുഴലൂതിയില്ല, അത് ചെയ്തില്ല, ഇതില്ല. ലോകത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ? അവിടെ തർക്കം, ഇതിന് തർക്കം, അതും ഇതൊക്കെ എല്ലാം നടക്കുന്നത്. വല്ല കാര്യമുണ്ട്? ആവശ്യമുള്ള കാര്യത്തിനാണ് തർക്കിക്കുക. അതായത് അവർ കുഴലൂതിയില്ല, കുഴലൂതിയിലും കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ അതാണ് ഈ അനാവശ്യ ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ നമ്മൾ നടന്നിട്ട് അറിയേണ്ടത് അറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം. അവസാനം ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടും. അതിൻ്റെ പ്രവൃത്തികളാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ നീതീകരിക്കപ്പെടണമെങ്കിൽ എങ്ങനെ, എന്ത് പ്രവൃത്തി ചെയ്യണം? ലോകത്തിൻ്റെ പ്രവൃത്തിയല്ല, ജ്ഞാനത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് മാത്രമേ അവസാനം നമുക്ക് കരണീയമായിട്ടുള്ളൂ. അല്ലെങ്കിൽ
ഒന്നും പറയാനില്ല. അപ്പൊ അതൊരു വല്ലാത്തൊരവസ്ഥ. ഈ സുബോധം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഞാൻ ഈ ലോകത്തിൽ എത്ര നാളുണ്ടാവും പറ, സത്യം പറ. ഞാൻ ജിൻസണിച്ചിനും മരിയദാസത്തിനും പിന്നെ ബ്രദർ ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ നോക്കിയിട്ട് ആരും ചെറുപ്പക്കാരല്ലേ, ഞങ്ങൾ അത്രയും ബാക്കി എല്ലാം CC അടച്ച് തീർന്നിരിക്കണം അല്ലേ? ഇനി എത്ര ആളും കൂടെ ഉണ്ട്? അതായത് നമ്മളെല്ലാവരും ഇനി എത്ര ആളും കൂടെ ഉണ്ട്? ഇത് തീരും, ഈ ലോക ജീവിതം തീരും, ഉറപ്പല്ലേ? ഈ തർക്കങ്ങളും ഈ വെട്ടിപ്പിടിക്കലും ഒക്കെ തീരും ഇല്ലേ? അപ്പോ അവസാന നേരം അറിഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോഴേ നമ്മൾ അറിയണം, അതാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ ലോകത്തിലുള്ളത് 100 വർഷം കൂടിപ്പോയാൽ, പക്ഷെ നൂറ്റാണ്ടുകളുടെ ഒരു നിത്യജീവൻ നമ്മൾ കാത്തിരിക്കുന്നു. അത് ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കണ്ടേ? അതാണ് ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ വരണ്ടേ. തീർച്ചയായിട്ടും ഞാൻ കോവിഡ് സമയത്ത് ബ്രദർ തോമസ് സ്കൂളിൻ്റെ ഓൺലൈൻ മിനിസ്ട്രി കൂടി മനസ്സാന്തരപ്പെട്ടാണ്. അപ്പോൾ ഇതൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതായിരുന്നു നിന്ന ചിന്ത. അപ്പോൾ ഒരു CCC അതിനോടൊരു ആർത്തി കൂടിയത് അപ്പോഴാണ്, പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. കോവിഡ് സമയത്ത് ഫുൾ ടൈം ദിവ്യാന സന്നിധിയിലിരിക്കുന്നു, എന്നിട്ട് ഓൺലൈൻ വചനവും ബൈബിളും പഠിക്കണം. അപ്പോഴാണ് ഈ സംഭവം മനസ്സിലാകുന്നത്. ശരിക്കും ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? നമ്മൾ ഈ മാസം ആചരിക്കുന്ന വലിയൊരു തിരുനാള് നമ്മുടെ ഫ്രാൻസ് സേവറിൻ്റെ ഉണ്ട് അല്ലേ? ഫ്രാൻസ് സേവർ ഇപ്പോൾ എവിടെ ഉണ്ട്? അതുണ്ട്, ബാക്കി എവിടെ ഉണ്ട്? ഭൗതികശരീരം എവിടെ ഉണ്ട്? എത്ര വർഷമായി? 500 ആയ? നമ്മ മരിച്ച എത്ര ദിവസം ഉണ്ടാവും അല്ലേ? ചെന്ന് അഴിച്ചു നോക്കിയേ, നമ്മ മരിച്ച 5 ദിവസം കഴിയുമ്പോൾ അതൊരു പരിപാടിണ്ടാവും. ഇത് 500 വർഷമായിട്ട് അഴുകപ്പെടാതെ നിൽക്കുക. കാരണം എന്താ? ഈ ലോക ജീവിതത്തിലും അദ്ദേഹം നമ്മുടെ ഈ ശരീരം കൊണ്ട് തന്നെ ജീവിച്ചത്. പക്ഷെ ഈ ലോക ജീവിതത്തിൽ ഈ ശരീരം കൊണ്ട് ജീവിച്ചപ്പോഴും സ്വർഗം ലക്ഷ്യമാക്കിയ ജീവിച്ചത്. അതിനൊരു വചനം അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഈ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? ലോകം മുഴുവനുണ്ട്, ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന ഒരു ഭയങ്കര ഒരു സുബോധം ആ മനുഷ്യന് കിട്ടി. അത് ജീവിച്ചു. ആ സുബോധത്തിൽ ജീവിച്ചവൻ ശരീരവും ആത്മാവും നശിച്ചില്ലെന്നുള്ളതാണ് ഇല്ലേ? ഇത് നമ്മൾ സൃഷ്ടിച്ചതാണ്. സിമ്പിളല്ലേ? പറ, ഉറപ്പാണ്? കേട്ടിട്ട് തോന്നുന്നില്ലല്ലേ? ദൈവം തന്നെയാണ്. നമ്മൾ എന്തിനാ സൃഷ്ടിച്ചത്? ദൈവത്തിന് അടിമയായിട്ട് കിട്ടാനാണ്. ദൈവത്തിന്റെ കൂടെ എന്തിനാ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുക. എന്നിട്ട് എന്തിനാണ്? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ചിട്ട് എന്തിനാണെന്ന്? അതായത് ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എവിടെയാണെന്നുള്ളതാണ്. ദൈവമുള്ള അടുത്തല്ലേ, സ്വർഗത്തിലെ. അപ്പൊ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും വലിയ മോട്ടോ, ഏറ്റവും ലക്ഷ്യം എന്താ? ഈ ദൈവത്തോടുള്ള വാസമല്ലേ? പറ. അപ്പോ ഞാൻ ചോദിക്കണം, അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം തന്റെ കൈ കൊണ്ട് തന്നെ മെനഞ്ഞു. പോട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ കൈ കൊണ്ട് മെനഞ്ഞു. ഇതാ ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ ഒരു സാധനത്തിന് ഉണ്ടാക്കി വെച്ചു. എല്ലാം ഗുണം ഉണ്ടായ? അന്നിപ്പെല്ലാം ഉണ്ടായല്ലേ? എപ്പോഴാ ഗുണം വന്നത്? ആരുടെ ആത്മാവ്? ദൈവം തന്റെ ശ്വാസം അവന്റെ നാസാരത്തിൽ വിശ്വസിച്ചപ്പോൾ അവന് ജീവനുണ്ടായി. അപ്പൊ ഈ ശരീരം വല്ല ഗുണമുണ്ടായ? ശരീരത്തിന് ഗുണമില്ലെന്നാണ് യോഹന്നാൻ 6:63 എന്താണ്? ശരീരം. അപ്പൊ ഈ ശരീരം ഉണ്ടാക്കി തന്ന ആരാ? പക്ഷെ അതിൻ്റെ അകത്ത് ഈ ശരീരത്തിന് വില വരുന്നത് എപ്പോഴാ? ആത്മാവ് വരുമ്പോ. എന്റെ ചോദ്യം എന്താണെന്നറിയോ? ഈ ശരീരം ദൈവത്തിന്റെ ആണോ? ദൈവം സൃഷ്ടിച്ചതെന്നാ? ദൈവം പിന്നീട് ശരീരം എടുത്തതല്ലേ? ശരീരം ദൈവം സൃഷ്ടിച്ചു തന്നതാ. മനുഷ്യ ശരീരമാണ്, ശരിയാണല്ലേ? അതുകൊണ്ടല്ല അത് അഴുകിപ്പോണത്. പറ അഴുകിപ്പോണത്. എന്നിട്ട് ആ ശരീരത്തിലേക്ക് തന്ന ആത്മാവ് ആരുടെയാണ്? അതെന്തിനാ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ പോലെ? ഞാൻ ചോദിക്കുന്നത്, എന്ത് വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യത്തിന് നിങ്ങൾ വിശ്വസിക്കണണ്ട, നമുക്ക് വന്നേക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഉറപ്പായിട്ടും. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്ക് എന്ത് യോഗ്യതയുണ്ട് ആത്മാവിനെ സ്വീകരിക്കാൻ? പറ. എന്നിട്ട് എന്റെ ദൈവം തന്റെ ആത്മാവിനെ തന്നത്? ഞാൻ ചോദിക്കുന്ന ഒറ്റ ലോജിക്ക് എന്താണെന്നറിയോ? ശരീരം മനുഷ്യന്റേതായ ഒരു ശരീരം തന്നല്ല. ഇത് മധുവാനന്ദത്തിനോട് ചെറുതാണ്ട. ശരീരം മനുഷ്യന്റേതായ തന്നല്ല, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റേതായ ഒരു ആത്മാവിനെ തന്നാൽ പോരായിരുന്നില്ലേ? എന്റെ ചോദ്യം ഇതാണ് അല്ലേ? പക്ഷെ മനുഷ്യന്റേതായ ആത്മാവല്ല തന്നത്,
ശരീരം മനുഷ്യൻ്റെതായ ബലഹീനമാണ്, ദ്രവിച്ചു പോകും, ജീർണിച്ചു പോകുമായിരിക്കാം. പക്ഷെ നശിക്കാത്തൊരാത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നു. അതെന്തിനാ അത്രയും വലിയൊരു സംഭവം ചെയ്തത്? ദൈവത്തെ ആരാധിക്കാനാ? ദൈവത്തെ വസിക്കാൻ. അത് മാത്രമല്ല, ശ്രദ്ധിച്ചേ, അതായത് നമ്മളെ സൃഷ്ടിച്ചത് എന്താകാനാ? ദൈവത്തെ പോലെ ആകാൻ. അല്ലാണ്ട് മമ്മൂട്ടി മോഹൻലാൽ പോലെയാണോ പിള്ളേർ മുടിയൊക്കെ വെട്ടി അവരുടെ സ്റ്റൈലാണ്? ആണാ? നമ്മൾ ആരെ പോലെ ആകാൻ ആണാ? ദൈവത്തെ പോലെ ആകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണോ? ദൈവം പ്രവർത്തിക്കണ പോലെ പ്രവർത്തിക്കണോ? ദൈവം പറയണത് പറയണോ? അങ്ങനെ ദൈവം ചിന്തിക്കുന്നത്, ദൈവം പറയുന്നത്, ദൈവം നടക്കണ പോലെ നടക്കണമെങ്കിൽ, ഓരോ സെക്കൻഡിലും ദൈവം പറയണമെങ്കിൽ, ദൈവം ചിന്തിക്കണമെങ്കിൽ ആര് വേണം? ദൈവത്തിന്റെ ആത്മാവ് വേണം. വേറെ ആള് പറഞ്ഞു തരാനല്ല. ആ ദൈവത്തിന്റെ ആത്മാവ് തന്നെ നിന്നിൽ വരണം. നിന്നിൽ നീ ദൈവമായി മാറണം. ദൈവത്തെ പോലെ ആകണമെങ്കിൽ ഓരോ സെക്കൻഡിലും ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. അതാണ്. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒരു വചനം പറഞ്ഞുതരാം. മത്തായിയുടെ സുവിശേഷം 10:19 അവിടെ പറയുന്നത്, നീ പറഞ്ഞു 10:19 പറയണമെന്ന് പറയും. 10:19 ഞാൻ ഭയങ്കര സ്പർശിച്ചൊരു വചനം. എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ നിങ്ങൾ ഉൾക്കൊണ്ടാവുകയാകേണ്ട. ആ ഒരു വാക്കാണ്. എന്നാലും നിങ്ങളല്ല, അതാണ് എന്റെ സ്പർശം. നിങ്ങളല്ല, നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് നിങ്ങളിലൂടെ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചേ. അതായത് ഞാൻ അതിനു മുമ്പൊക്കെ ചിന്തിച്ചിരുന്നതെന്ന് അറിയോ, വചന പ്രഘോഷണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങോട്ട് കയറി നിൽക്കും പ്രാർത്ഥിച്ചിട്ട്. അപ്പൊ കർത്താവിന്റെ ആത്മാവ് എന്ത് ചെയ്യും? പുറകിൽ ഇങ്ങനെ പറഞ്ഞു തരും. ആ വചനം പറ, വചനം പറ, ഇത് പറ, ആ പോയിന്റ് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു തരുന്ന പ്രോംപ്റ്റിംഗ് പരിപാടിയാണ് ആത്മാവ് ചെയ്യണത്. അല്ല, ഞാൻ അങ്ങനെ വിവരിച്ചിരുന്നു വെച്ചത്. ഇങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെ അത് പറഞ്ഞോട്ടാ, ഇത് പറഞ്ഞോട്ടെ, ക്ലൂ ഇട്ട് തരും, വചനം പറഞ്ഞു തരും. അങ്ങനെയാണ്. ഈ വചനം അനുസരിച്ചാണെങ്കിൽ അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞാൽ എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ നിങ്ങൾ ഉൾക്കണ്ടാകുലരാകണ്ട. എന്നിട്ട് ഒരു വചനം കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളല്ല. ആരാ? നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് പറഞ്ഞു തരുമെന്നാണ്, ഓർപ്പിച്ചു തരുമെന്നാണ്, വെളിപ്പെടുത്തി തരുമെന്നാണ്. നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് നിങ്ങളിലൂടെ, ആത്മാവിന് നിങ്ങൾക്ക് തന്നതില്ല, നമ്മളിലൂടെ അവൻ പ്രവർത്തിക്കാനാണ്, നമ്മളിലൂടെ നയിക്കപ്പെടാനാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ബലഹീനതയിൽ ആത്മാവ് തന്നെ. എന്നെ പ്രിയപ്പെട്ടവർ, നമ്മൾ എത്ര ശ്രേഷ്ഠനാണെന്ന് തിരിച്ചറിയും. ദൈവം ദൈവത്തെ പോലെ സൃഷ്ടിക്കും, ദൈവത്തിന്റെ ചായയിൽ സാധിച്ച് സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ അതൊരു പറച്ചിലല്ല, അത് അവൻ ചെയ്തു. സത്യമല്ലേ? ദൈവം പറഞ്ഞതിൽ മാറ്റം വരുമോ? ദൈവം അതുപോലെ ചെയ്യുന്നത്. ദൈവത്തെ പോലെ ആകാൻ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ നൽകിയിരിക്കുക. ഈ ആത്മാവിനാൽ നയിക്കപ്പെടണം. ഈ ആത്മാവല്ലേ ജ്ഞാനം തരണത്? പറ, ആത്മാവിന്റെ ജ്ഞാനം തന്നത്. ഇനി അടുത്തത് ഈ ജ്ഞാനമാണ് വിശുദ്ധ ഗ്രന്ഥം, അല്ലേ? വിശുദ്ധ ഗ്രന്ഥമാണ് വ്യാഖ്യാനിച്ചത്. എനിക്കുള്ളത് ആ വിശുദ്ധ ഗ്രന്ഥം എന്തെന്നാ പറഞ്ഞ? ദൈവ നിവേദിതം. ക്ലിയർ ട്രാൻസ്ലേഷൻ എന്താ പറഞ്ഞ? ദൈവ ശ്വാസിതം. അർത്ഥം എന്താ? അതിലാരുണ്ട്? ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഇനി ഞാൻ ഒറ്റ ചോദ്യം മനസ്സിലാവും. ഈ വിശുദ്ധ ഗ്രന്ഥം ബൈബിള് വെഞ്ചിരിക്കണം. വെഞ്ചിരിക്കണോ? ഞാൻ ചോദിക്കണത്, അപ്പൊ ദൈവം നിവേശിതം, ദൈവശ്വാസിതം എന്ന് പറയുമ്പോ എന്താ? അതിൻ്റെ അകത്ത് എന്തുണ്ട്? ആത്മാവുണ്ട്. ആത്മാവുണ്ടെങ്കിൽ അത് അതിനാലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഈ പുസ്തകം ഓരോ ലെറ്ററും പ്രിന്റ് ചെയ്യും. വെഞ്ചിരിക്കണത് തെറ്റാണെന്നല്ലേ പറഞ്ഞ? പക്ഷെ അതിന്റെ അകത്തുള്ള ആളെന്ന് മനസ്സിലാക്കി ഓരോ വള്ളിയും മാറ്റം ഉണ്ടാ. അതെന്തുകൊണ്ടാ മാറ്റമില്ലാത്ത? അത് ദൈവശ്വാസിത, ദൈവ ആത്മാവിനെ നയിച്ചപ്പോൾ. ഞാൻ ചോദിക്കുന്നത്, എത്രയോ സാധാരണ മനുഷ്യരെ എഴുതിയ പുസ്തകമാണ്. എത്രയോ സാധാരണ മനുഷ്യർ ഇതെല്ലാം കൂടി എഴുതി കഴിഞ്ഞപ്പോഴും ബ്രദർ ഒരു പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞു, ഞാൻ ഞെട്ടിയിട്ട് വരിക. അതായത് ഇതെല്ലാം പലരും പല സാഹചര്യം പല കാലഘട്ടത്തിൽ എഴുതുക. പക്ഷേ ഇതെല്ലാം വായിക്കുമ്പോൾ ഒരാളെ കുറിച്ചാണ് വിചാരിക്കണം. ശരിയാണ്, അതിങ്ങനെ സംഭവിക്കുന്നത്. പല രീതിയിൽ എഴുതിയേക്കല്ലേ, പക്ഷെ ഇതെല്ലാം ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അതെ, അതിൻ്റെ അർത്ഥം എന്താ? ഇതെല്ലാം ഇന്നലെ നമ്മൾ വ്യാഖ്യാനിച്ചൊരു വചനവാദം ഇന്ന് വായിക്കുമ്പോൾ പുതിയ ചൈതന്യം. അതെങ്ങനെയാണെന്ന് അതിൻ്റെ അകത്ത് എന്തുണ്ടപ്പ? ജീവനുണ്ട്.
ആത്മാവുണ്ട്. അപ്പോ ഈ ആത്മാവുണ്ട്. അപ്പൊ ആത്മാവുള്ളതുകൊണ്ടാണ് ഇതിന് ജ്ഞാനമായി മാറുന്നത്. ആത്മാവ് നിരന്തരം നമ്മളെ ധ്യാനിപ്പിക്കാനും പഠിപ്പിക്കാനും പറഞ്ഞു തരികയാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? അത് ശ്രമിക്കുക, അത് ജീവിക്കുക എന്നുള്ളതല്ലേ. ഇനി അവസാനിപ്പിക്കുക. ലാസ്റ്റ് പോയി സത്യം പറയണം കേട്ടോ, നുണ പറയരുത്. നിങ്ങൾ നുണ പറയില്ലെന്ന് എന്നാലും ഞാൻ ചോദിക്കുന്നു, സത്യം പറ. ദൈവത്തിനാണ് നമ്മേക്കാൾ ബുദ്ധി, നമുക്കാണ് ബുദ്ധി? പറഞ്ഞു. അപ്പൊ ശരിയാക്കി ഉറപ്പിക്കും. ഇത് ക്ലിയറായിട്ട് ഉത്തരം പറയണം. ഒരു വാക്ക് പറയാൻ സ്വഭാവം മാറും. ഒറ്റ ചോദ്യമുള്ളൂ. ദൈവത്തിനാണ് ബുദ്ധി, എനിക്കാണ് ബുദ്ധി? ദൈവത്തിനാണ് ബുദ്ധി, നിങ്ങൾക്കാണ് ബുദ്ധി? ഉറപ്പിക്കണം. മാറ്റൂലല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെന്നനുസരിക്കേണ്ടത്? അതായത് കുറച്ച് കാര്യങ്ങൾ അനുസരിച്ചാൽ മതിയാണ്. നമ്മട്ടിരുന്ന് നമുക്ക് പറ്റുന്നത്. എൻ്റെ പ്രിയോട് നമ്മളൊന്ന്, ഞാനിത് പറഞ്ഞത് നമുക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം വ്യത്യാസമുണ്ട് എൻ്റെ ബുദ്ധിയും ദൈവത്തിൻ്റെ ബുദ്ധിയും അല്ലേ? എന്നിട്ടും എന്തേ നമ്മളതനുസരിക്കാൻ മടിക്കുന്നത്? എന്നിട്ടും എന്തേ ദൈവം ചില വെളിപാടുകൾ പറഞ്ഞു തന്നിട്ടില്ലേ? പുറകെ നടന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? എന്നിട്ട് ഹായ് എന്തൊരു മണ്ടത്തരമാണ്. ശരിയല്ലേ? ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ ഇരിക്കുന്നത്, ഈ ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് തമ്മിലുണ്ടോ ഇല്ലയോ? പറ. നീ വിശുദ്ധിയിലാണെങ്കിലും അല്ലെങ്കിലും ഉണ്ടോ ഇല്ലയോ? അവൻ ആക്റ്റീവാണ്. ഓക്കെ? കാരണം അവൻ വിശ്വസ്തനാണ്. അവനെ ഏൽപ്പിച്ച പണി ചെയ്തിരിക്കും, നമ്മളോട് പറഞ്ഞുതരും, നമ്മൾ നയിച്ചുകൊണ്ടിരിക്കും. ഓക്കെ? ഇനി അതാണ് ഈ വേറെ സംഭവം. എന്താണ് നന്മ തിന്മകളുടെ പ്രശ്നം? അതെന്താണ്? എന്താണ് അറിവിന്റെ പ്രശ്നം? എന്താണ്? അത് അന്വേഷണം പറഞ്ഞതാണ്. മനോഹരമാണ്. എന്താണ് നന്മ തിന്മ അറിവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമല്ല. അതായത് നിന്റെ ഉള്ളിൽ ആരും തന്നിട്ടുണ്ട്? ആത്മാവിനെ. എന്നിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത്. നന്മ തിന്മയുടെ പ്രശ്നത്തിൽ നിന്ന് ഭക്ഷിക്കരുത്. എന്താ മനസ്സിലായില്ലേ? അതായത് നിന്റെ ഉള്ളിൽ ഈ ആത്മാവിനെ തന്നിട്ടും നിന്നോട് പറഞ്ഞേ നീ നന്മ തിന്മകൾക്ക് ഭക്ഷിക്കരുത്. അർത്ഥം എന്താ? നിന്റെ അകത്താ നിന്റെ അറിവ്. നിനക്ക് വേണ്ട അറിവ് നിന്റെ അകത്താ. നീ പുറത്തുനിന്നല്ല നീ അന്വേഷിക്കേണ്ടത്, നിന്റെ ജ്ഞാനം. ഇന്ന് ലോകത്ത് എന്താണെങ്കിലും പള്ളിപ്പെരുന്നാളാണെങ്കിലും അവിടുത്തെ പള്ളിയിൽ അങ്ങനെയല്ലേ ഇത്? അതല്ല നിന്റെ തീരുമാനം. നിന്റെ ആത്മാവ് എന്താണ് പറഞ്ഞതെന്നാണ് നിന്റെ തീരുമാനം. നിന്റെ അകത്തു എന്നോട് പഠിപ്പിക്കുന്ന ഈ ആത്മാവിന്റെ സ്വരമല്ലേ കേൾക്കേണ്ടത്? നാട്ടുകാർ പറയാനാണ് കേൾക്കേണ്ടത്. പറ. അതുകൊണ്ടാണ് ഡാനിയേൽ അച്ഛൻ തന്നെ പറഞ്ഞ കാര്യം, നിങ്ങൾ തിരുസഭയിൽ നിന്ന് പ്രശ്നമുണ്ടാ? പറ. എന്താ പതുക്കെ പറഞ്ഞാൽ മതി. നീ ഇവിടെ ഒരു പ്രശ്നവും തിരുസഭയിലെ പ്രശ്നങ്ങൾ എന്താ? എന്ത് കാരണം? എന്താ അത് കേട്ടോ? അപ്പൊ ഡാനിയേൽ ഞാൻ വിചാരിക്കാൻ അവിടെ ചെന്നപ്പോ പറഞ്ഞേ തിരുസഭയിൽ പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ പറഞ്ഞേ തിരുസഭയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സഭയിലെല്ലാം നന്നായി നടക്കുന്നു. ഞാൻ ഇങ്ങനെ വട്ടാണ്. സഭയിൽ നന്നായിട്ട് നടക്കുന്നല്ല അല്ലേ? സഭയിൽ എല്ലാ കാര്യവും നന്നായിട്ട് നടക്കുന്നു. അടുത്ത കേട്ടോട്ടാ, പരിശുദ്ധാത്മാവില്ലാതെ എത്തിപ്പോയി. സത്യമല്ലേ? അതായത് ഇപ്പോൾ ജൂബിലി വന്നതായിരിക്കും. എന്തൊരു പ്ലാനിങ്! സിസ്റ്റേഴ്സിന്റെ കമ്മിറ്റി, റിസപ്ഷൻ കമ്മിറ്റി, ലിറ്റർജി കമ്മിറ്റി, എന്നിട്ട് ഇതുപോലെ പ്ലാൻ ചെയ്ത് സെറ്റപ്പായിട്ട് ഭംഗിയായിട്ട് ഒരു പ്രോഗ്രാം കേരളത്തിൽ നടത്താൻ കത്തോലിക്ക സഭ ഉണ്ടാക്കിയാൽ വേറെ ആർക്കും പറ്റുമോ? ഇത്രയും കമ്മിറ്റി കൂടി നമ്മൾ മീറ്റിംഗ് കൂടി പരിപാടിയാണ്. ശരിയാണ്. പക്ഷെ നമ്മുടെ പ്ലാനിങ് ആണോ നടക്കേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ പ്ലാനിങ് ഉണ്ടെന്ന് അതിന്റെ കുറവില്ല. അവിടെ ചോദിക്കൂല. ഒന്നും മുട്ടിപ്പായി കുട്ടിയിൽ പ്രാർത്ഥിച്ച് ആലോചിക്കോ ഇപ്പൊ എക്സ്മെറ്റിക്കാർ ചെയ്യുന്നുണ്ടെന്ന് തോന്നാണ്. അങ്ങനെ ഒരു കുറവുണ്ടോ? ആ കുറവുണ്ടെങ്കിലല്ലേ സഭയിൽ പ്രശ്നങ്ങളുള്ളൂ. കാരണം സഭ പോകേണ്ടത് എങ്ങനെയാണ് നയിക്കേണ്ടത്? നീയല്ല, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടല്ലേ ജോൺ 24 പാപ്പ ഒരു സ്നേഹനിധിയായ പാപ്പ ഇങ്ങനെ ഭയങ്കര ഒരു ഇതിനെ അവൻ ജോൺ 24 പാപ്പയുടെ ജീവിതാനുഭവ പുസ്തകം ഉണ്ടല്ല, അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കണമെന്ന് 2ാം വത്തിക്കാൻ കൗൺസിലിൽ പ്രഖ്യാപിച്ചില്ല. പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ മുക്കിലും മൂലം വിമർശനം വരും. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളും ഇതൊക്കെ ഭയങ്കര വിമർശനം. അതായത് ഞാൻ കേട്ടത് അവിടുത്തെ ഒഫീഷ്യൽ പത്രമാണ് ലൊസർവത്താർ റോമാനോ, വത്തിക്കാൻ്റെ ഒഫീഷ്യൽ പത്രം. അതിൽ പോലും ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത്രക്ക് അത് അസാധ്യമെന്ന് നമ്മൾ വിചാരിച്ചു. എന്നിട്ട് പറ്റുന്നത് ഈ മനുഷ്യന് ഉറക്കമില്ലാതെ വേണ്ട. എന്നിട്ട് ഈ മനുഷ്യൻ ദിവസം രാത്രി ഇറങ്ങാൻ നേരത്ത് ഈശോ പ്രത്യക്ഷപ്പെടില്ല മാർപ്പാപ്പയുടെ അടുത്ത്. എന്താണ് ഈ പറഞ്ഞ? മാർപ്പാപ്പയുടെ അടുത്ത് ഈശോ അദ്ദേഹത്തിന്റെ അനുഭവമാണ്. അപ്പൊ ഈശോ വിളിക്കുകയാണ്, ജോൺ നീയല്ല, ഞാനാണ് സഭയെ നയിക്കുന്നത്. നീയല്ല,
അവനെന്തിനാ ഉറക്കങ്ങളാണ്? ഞാനാണ് സമയം നയിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ എന്നാ ഓക്കെ, മുന്നോട്ട് പോയി. ഞാൻ ചോദിക്കട്ടെ, സകല വിമർശനം ഉണ്ടായിട്ട് ഈ രണ്ടാമത്തെ അവസരം നടന്നോ ഇല്ലേ? പറ. അതിൻ്റെ നമ്മളിപ്പോ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശ്രദ്ധയും ഈ കരിസ്മാറ്റിക് എല്ലാം ബൈബിള് മലയാളത്തിൽ വായിക്കണമെന്നല്ല, അതെവിടെ നിന്ന് കിട്ടിയാണ്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രതിസന്ധി ലോകത്തിന്റെ കണ്ണുകൊണ്ട് വിമർശിച്ച് ഒഴിവാക്കാൻ പോയ കാര്യങ്ങള് ആത്മാവിനാലാണെന്ന് തിരിച്ചറിഞ്ഞ് സഭയെ നയിക്കപ്പെട്ടപ്പോൾ അത് അനുഗ്രഹമായിട്ടല്ലേ മാറിയിട്ടുള്ളൂ. അപ്പൊ ആത്മാവ് നയിക്കുന്നിടത്ത് അനുഗ്രഹം ഉണ്ടല്ലോ, തെറ്റുപറ്റിയിട്ടില്ലെന്ന്. ആ ആത്മാവ് നയിക്കുന്നതിനനുസരിച്ച് നമ്മൾ നടക്കുന്നതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്രയും വർഷമില്ല സഭ അല്ലെ, 2025 വർഷം, ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് സഭ വളർന്നു തളർന്നു. തുടക്കത്തിന് എത്ര പേരുണ്ട്? 12 പേര്. ഈശോയും 12 ടീമും അല്ലേ? ആ ടീമിന്റെ ഒക്കെ അവസ്ഥ അറിയാറുന്നില്ല അല്ലേ? അല്ലേ തള്ളിപ്പറഞ്ഞ് ഓടിക്കളഞ്ഞ ആൾക്കാർ ടീമുകളാണ്. പോട്ടെ, അതെന്തെങ്കിലും ആകട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ 12 വട്ടമേശക്ക് ചുറ്റിരിക്കാവുന്ന ടീമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് സഭ എത്രയായിട്ട് വളർന്നു? 230 കോടി കത്തോലിക്കര് മാത്രമായിട്ട് വളർന്നു. ഞാൻ ചോദിക്കട്ടെ, എല്ലാം പെർഫെക്റ്റ് ആൾക്കാരായിരുന്ന? അതാണ് അത്ഭുതം. അത്രയും ബലഹീനമായ മനുഷ്യരോട് സഭ തളരാതെ വളർന്നു എന്ന് പറഞ്ഞാൽ അതാരാ നയിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വൈബ്രന്റായി ശക്തമായി പ്രവർത്തിച്ച സഭയുടെ കാലഘട്ടം ഏതാണ്? ഈ സഭയുടെ കാലഘട്ടം ഏറ്റവും വൈബ്രന്റായിട്ട് വളരെ ശക്തമായ സഭയുടെ സമയം ഏതായിരുന്നു? ആദിമസഭ. അറിയാല്ല, ആദിമസഭയുടെ സമയമല്ലേ? ചോദിക്കട്ടെ, അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ കുന്നുകളയും അന്ന് കോൺവെന്റ് ഉണ്ടായിരുന്നു, അരമന ഉണ്ടായിരുന്നു, ആർച്ച് ബിഷപ്പ്, പിന്നെ നമ്മുടെ സ്കൂള്, പിന്നെ എന്താണ് മദർ ജനറൽസ്, കാറ്റിസം ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു, പാരിഷ് മിനിസ്ട്രി എല്ലാം ഉണ്ടായിരുന്ന. ഒരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്ന് സൗകര്യത്തിൽ വല്ല കുറവുണ്ടാകും. എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? ഇത്രയും സൗകര്യവും വളർച്ചയും സമ്പത്തൊക്കെ ഉണ്ടായിട്ട് ഏറ്റവും വൈബ്രന്റ് ഏതായിരുന്നു? ആദിമസഭയാണ്. കാരണം അവിടെ ഇതൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്തുണ്ടായിരുന്നു? അതുകൊണ്ട് എന്ത് പറ്റി? അവന്റെ നിഴല് വീണ അവൻ എണീക്കും. നാമത്തിന് എണീക്കാൻ പറഞ്ഞാൽ എണീറ്റിരിക്കും. തല്ലാൻ വരുമ്പോഴല്ല, ചിരിച്ചുകൊണ്ട് മരിക്കും. നമ്മളെ അപ്പം തന്നെ പ്രതിഷേധമായിട്ടാണ്. മനസ്സിലായി? പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് നയിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ജെറമ്യ 11:29 എന്താണ്? നിന്നെ കുറിച്ചൊരു ഞാൻ ഒരു കാര്യം കൂടി ആവർത്തിച്ച് ചോദിക്കുകയാണ്. സത്യം പറയണം, ഇത് സത്യം പറയണം എന്നൊരു വേറെ ഒന്നും കൊണ്ടല്ല. ഈശോ പഠിപ്പിച്ചാണ്. ഈശോ നോണ പറയോ? ഉറപ്പല്ലേ? എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പോരെ. ഈശോ എല്ലാം ഇപ്പോഴും പറഞ്ഞത് സത്യം ഞാൻ നിങ്ങളോട് പറയും. വല്ല കാര്യം ഉണ്ടാ? ഈശോ സത്യമല്ലാത്ത വല്ലതും പറയോ? എന്നിട്ടും ഈശോ പറയും സത്യം ഞാൻ നിങ്ങളോട് പറയും. ഇതുകൊണ്ടാണ് അത്രയും പ്രാധാന്യത്തോടെ ഈശോ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഇതിക്ക് ചോദിക്കണം കേട്ടാ, സത്യം പറ. നിങ്ങൾ സത്യം പറ. ഇപ്പൊ പറഞ്ഞ വചനം വിശ്വസിക്കണ്ട. നിന്നെ കുറിച്ചൊരു പദ്ധതിയുടെ അത് നാശത്തിനല്ല, ക്ഷേമം. സത്യമല്ലത്. അങ്ങനെയെങ്കിൽ എന്നിട്ടാണ് നമ്മൾ ഈ പരുവത്തിലെ കാണുന്നത്. അങ്ങനെ ഈ വിഷമിച്ച് നടക്കുകയല്ലേ പല പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണ്? കർത്താവ് പറയുന്നത് ക്ഷേമത്തിന്റെ പദ്ധതിയാണ് നടക്കുന്ന. പക്ഷെ എന്താണ് നമ്മൾ ഇങ്ങനെ നടന്നത്? ഈ പരുവത്തിലായി നോവേന പള്ളി ധ്യാനകേന്ദ്രം എന്തുകൊണ്ട്? പദ്ധതി ദൈവം ഒരുക്കിയിട്ടുണ്ട്, അത് പെർഫെക്റ്റാ, അതിലൊരു വ്യത്യാസമില്ലട്ടാ. ഞാൻ ആ വഴിക്ക് നടക്കണ്ടേ? നമ്മൾ വീട് പണിയാൻ നേരത്ത് പ്ലാൻ ഉണ്ടാക്കും. പ്ലാൻ ഉണ്ടാക്കിയിട്ട് പാസ്സാക്കും. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് വേറെ നമുക്ക് ഇഷ്ടമുള്ള പണിത് എങ്ങനെ ഉണ്ടാവും? ക്ലിയർ? അപ്പൊ നമുക്കുള്ള പദ്ധതി റെഡിയാ. ആ പദ്ധതിക്കനുസരിച്ച് നടക്കണ്ടേ? ആ പദ്ധതി അനുസരിച്ച് പോകണ്ടേ? അവിടെയാണ് ഞാൻ നേരത്തെ ചോദിക്കുന്ന ഒരു പ്രസക്തി. എന്നാൽ നമുക്കാണ് ബുദ്ധി, നമുക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയ ദൈവത്തിനാണ് ബുദ്ധി. ഏതാ ബുദ്ധിയുള്ളത്? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ബുദ്ധി യെസ് പറയണ്ടേ? അമ്മ മാതാവ് അതല്ലേ ചെയ്തത്? അമ്മ മാതാവ് ഇത്രയും ശ്രേഷ്ഠയായത് എന്തുകൊണ്ടാണ്? അമ്മ മാതാവിനോട് നിന്നെ കുറിച്ചുള്ള പദ്ധതി, ഈ മംഗളവാർത്ത ഞാൻ നിന്നോട് പറയുന്നു. മംഗളവാർത്ത വെളിപ്പെടുത്തി കൊടുത്തു. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പിട്ട് നമ്മുടെ ജീവിതം അതുമായിട്ട് കണക്ട് ചെയ്ത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. കർത്താവിന്റെ ദാസൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് പറയും. അതിനു മുമ്പ് ഒരു സംഭവമുണ്ട്. ഇത് മംഗളവാർത്ത കേട്ട ഉടനെ അമ്മ എന്തോ അതിനു മുമ്പ് ഒരു ഭാവം ഉണ്ടായി അമ്മയുടെ. അമ്മയുടെ അവൾ വളരെയേറെ
അസ്വസ്ഥയും ചോദിക്കട്ടെ. നിങ്ങൾ പറയും മാതാവ് ഭയങ്കര സംഭവമാണ്. പക്ഷേ ഈ മാതാവിന്റെ 2 കുറ്റം ഞാൻ പറഞ്ഞുതരാം. കേൾക്ക്, ദിവസക്കാരാണ് നമ്മൾ കേട്ടോ. മാതാവ് ഭയങ്കര സംഭവിക്കുകയാണ്, സമ്മതിച്ച്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ മംഗളവാർത്ത വെളുപ്പിച്ചതാരാ? അതാണ് ദൈവമല്ലേ. ദൈവത്തിനാണ് ബുദ്ധി, മാതാവിനാണ് ബുദ്ധി. അപ്പോൾ മാതാവ് എന്താണ് പറയേണ്ടത്? ആണോ ഓക്കെ എന്ന് പറയണ്ടേ? എന്താ പറഞ്ഞത്? അസ്വസ്ഥയായിരുന്നു. ദൈവം വെളിപ്പെടുത്തിയ മംഗളവാർത്ത കേട്ടിട്ട് പോലും അമ്മ മാതാവിന് ആദ്യം ഉണ്ടായത് ഒരു അസ്വസ്ഥതയാ. ശരിയാണോ? എന്നിട്ട് അവൾ പറയുന്നത് അത് അസ്വസ്ഥത തോന്നലായിട്ട് തോന്നണ്ടട്ടാ. അത് അടുത്ത വാക്ക് കേട്ട് ഇതെങ്ങനെ അതിൽ സംശയിച്ചില്ല അമ്മ. ഇത് നമുക്കും പറ്റും. അതിനാണ് അമ്മയുടെ ആ ബലഹീനത നമുക്ക് സുവിശേഷം എഴുതി വെച്ചേക്കണം. നമുക്കും പറ്റും. ദൈവം വെളിപ്പെടുത്തി തരുന്ന ശ്രേഷ്ഠമായ പദ്ധതി ദൈവം ഓരോ സെക്കൻഡിലും വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആ ജ്ഞാനം വെളിപ്പെടുത്തി തരുന്നുണ്ട്. അത് കേൾക്കുന്നുണ്ട് നമ്മ. പക്ഷെ നമ്മളത് ഉൾക്കൊള്ളണില്ല. നമ്മുടെ ബുദ്ധി എടുത്ത് മാതാവിന്റെ ബുദ്ധി എടുത്ത് വീഴ്ചയിട്ട് ഇത് ഈ പരിപാടി ശരിയാവും തോന്നണില്ല. ഇവിടെ അസ്വസ്ഥയായി. എന്നിട്ട് മാതാവ് ചെയ്തൊരു കാര്യം, മാതാവിന് കുറവ് സംഭവിച്ചു, പക്ഷെ മാതാവ് ചെയ്തൊരു കാര്യമുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്ത് ഈ അസ്വസ്ഥത ഉണ്ടായിട്ട് നമ്മളെന്ത് ചെയ്യും? ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വഴിക്ക് പോകും. ശരിയല്ലേ? അമ്മ പോയില്ല. അമ്മ എന്ത് ചെയ്ത് തുടർന്നും ആ ദൈവത്തിന്റെ ജ്ഞാനം കേൾക്കാൻ കാതോർത്തിരുന്ന് ചോദ്യം ചോദിച്ചു. ഇതെങ്ങനെ സംഭവിക്കും? എന്നിട്ട് എങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഉത്കണ്ഠപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് എണീച്ചു പോയില്ല. എന്ത് ചെയ്ത് അവിടെ നിന്ന് ആ ജ്ഞാനം കേൾക്കാൻ തയ്യാറായി. അതാണ് ഈശോ പറഞ്ഞത്, മർത്ത മർത്ത നീ പലവിധ കാര്യങ്ങളും വ്യക്തിയാണ്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എൻ്റെ മാതാപിതാക്കൾ. നമ്മളും നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ, നമ്മെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ പദ്ധതി തിരഞ്ഞെടുക്കാൻ അവൻ്റെ ഭാഗങ്ങളിൽ ജ്ഞാനം കേട്ടുകൊള്ളി. അമ്മ ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അതാണ് ഞാൻ പറയുള്ളൂ. എല്ലാ കർത്താവിദാസിയൊക്കെ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായി ഇരുന്ന് കൊടുത്തു. ആ ദൈവത്തിന്റെ പദ്ധതി കേൾക്കാൻ തയ്യാറായി. അപ്പൊ കേട്ടു. എന്ത് കേട്ടു? തുടർന്ന് പറഞ്ഞ എന്താണ്? ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ഉത്തരം കൊടുത്തു. എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് ഒന്ന്. രണ്ടാമത്തെ എന്ന് പറഞ്ഞത് അറിയുമോ? ശക്തിയൊക്കെ നിൽക്കട്ടെ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു. അപ്പം ഒരിത്തിരി ആശ്വാസമായി. എന്നിട്ട് അടുത്തത് മനുഷ്യനാണല്ലോ നമ്മ. മനുഷ്യർക്ക് ഇത്തിരിയും കൂടി ദൈവശാസ്ത്രം പറഞ്ഞതിന് മാനുഷികമായ കാര്യങ്ങൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു അത്ഭുതം പറഞ്ഞു കൊടുത്തു. ശരിയാണോ? ദൈവശാസ്ത്രം ആദ്യം പറഞ്ഞു, പരിശുദ്ധാത്മാവാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യർ, നിങ്ങൾ അവരെയല്ല കാണുന്നത്. സാധാരണ മനുഷ്യരോട് ദൈവശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടാ. അവർക്ക് മാനുഷികമായ ഉത്തരം കൊടുക്കണം. മാനുഷികമായിട്ട് ഭയങ്കര ലൈറ്റായിട്ട് പറഞ്ഞു കൊടുത്ത് നീ എന്താ വിചാരിച്ചത്? ഇതൊക്കെ ഇതിന്റെ അപ്പുറം നടക്കും. എന്ത് ചെയ്ത്? എലിസബത്ത് വന്നേന്റെ പ്രായം തെളിഞ്ഞ് ഒരു സാധ്യതയില്ല. അവിടെ 6 മാസം പിന്നീട് നിന്റെ കാര്യം. അതൊരു മാനുഷികമായിട്ട് ആ ദൈവശാസ്ത്രം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോ ക്ലിയർ. ഞാനെപ്പോഴും ചിന്തിക്കും, ഈ പ്രകടത്തെ ജീവിതം മുഴുവൻ ഈ വചനം പഠിച്ച് പഠിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ബൈബിള് ഇത് വായിച്ചു പഠിച്ചാൽ പോലെ. പക്ഷെ അതല്ല, ഇതാണ് ഈ സംഭവം. ആ ദൈവം ചെയ്തൊരു പ്രവൃത്തിയുണ്ടല്ല, ആ വചനം അതൊന്നുകൂടി ലൈറ്റായിട്ട് ഈ മനുഷ്യർക്ക് മനസ്സിലാവുന്നതിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് ആ ദൈവം. അപ്പോൾ ആ ദൂതൻ വ്യാഖ്യാനിച്ചു കൊടുക്കും. അപ്പോൾ എലിസബത്ത് ഓക്കെ ഇല്ലേ? ആയില്ലേ? അതിപ്പോ അതിലും തീർന്നിട്ടില്ലട്ടാ. മാതാവ് പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, ചാഞ്ചാടി നിൽക്കുകയാണ്. ഓക്കെ, സമ്മതിച്ചു. അടുത്ത ഒരു ഓക്കെ. എന്താ പറയുന്നത്? ഒരു വാചകം കൂടി കൊടുത്തു, ദൈവത്തിന് ഒന്നും അപ്പം തോന്നി. അതപ്പോഴാ വന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയല്ലേ? ദൈവം നമ്മെക്കുറിച്ച് ഒരിക്കൽ ശ്രേഷ്ഠ പദ്ധതി ഉണ്ടെന്നേ. അത് പെർഫെക്റ്റാ. പക്ഷെ ആ സംഭവം നമുക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തെ കേട്ട് അതനുസരിക്കാൻ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുമ്പോൾ റെഡിയാവും. ഇനി ഇത് തന്നെ ഈശോനെ ഒന്ന് വിളിച്ചു നോക്കി. ഈശോ ക്രിസ്മസിനെ ആഘോഷിക്കാൻ ഒരുങ്ങനെയല്ല. ബോറടിച്ചാ നിൽക്കണം പോണം. പള്ളിയിൽ നിന്ന് പെരുന്നാളാണ് കൂടി. ഈശോ ജനിച്ചതിനാ പറ. എന്ത് ചോദ്യമൊന്നും ജനിച്ചതിന് രക്ഷിക്കാൻ. കേൾക്ക് വാക്യം പിടിക്കാൻ പോകണം. രക്ഷിക്കാം. രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിശാചിനോടിക്കണം. പിശാചിനോടിക്കണം എന്ത് ചെയ്യണം? തോപ്പിക്കണം. എന്ത് ചെയ്യണം? തോപ്പിക്കണം. ഈശോ അങ്ങനെ രക്ഷിച്ചെന്ന് പറയുന്നത് കുരിശിൽ കയറിയിട്ട് എന്ത് ചെയ്തു? സുഖ മരിച്ച അവന്റെ മരണമല്ലേ നിന്റെ രക്ഷ? അങ്ങനെയെങ്കിൽ ഈശോ ജനിച്ചത് എന്തിനാണ്? മരിക്കാൻ. നമ്മളെന്തിനാ ജനിച്ചേ? എന്നിട്ട് ജീവിച്ചെന്തോരം ജീവിക്കും? അത് വേറെ കാര്യം. ഞാൻ ഈശോ ജനിച്ച ക്രിസ്മസ് ആഘോഷിക്കാൻ വരികയാ. ഞാൻ പറഞ്ഞ ഈശോ ജനിച്ചതേ മരിക്കാനാ. കാരണം അവൻ അത്രയും ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ രക്ഷിക്കാമെന്നാന്ന് പറഞ്ഞാൽ എങ്ങനെ രക്ഷിക്കുന്ന? കാശ് കൊടുത്ത് രക്ഷിക്കുന്നല്ല, ജീവൻ കൊടുത്ത് രക്ഷിക്കുന്ന അവന് വ്യക്തത ഉണ്ടായിരുന്നോ ഇല്ലയോ? പറ.
അപ്പൊ ദൈവത്തിന്റെ പദ്ധതി അതല്ലേ? ഇവൻ ജീവൻ കൊടുത്ത് നമ്മളെ രക്ഷിക്കണം. അത് ശ്രേഷ്ഠമായ പദ്ധതിയാണോ അല്ലയോ? അവന് പീഡനമാണ്, അവന് മരണമാണ്, അവന് സഹനമാണ്. പക്ഷെ അത് ശ്രേഷ്ഠമാണ് ആണ്. ഇത് ഈശോയ്ക്ക് അറിയാമായിരുന്നു ഇല്ലേ? നിങ്ങൾക്ക് ഒച്ചേ പറയാം, എനിക്കാ ഒച്ചേ പറയാൻ പാടില്ലാത്ത ശ്രേഷ്ഠമായ പദ്ധതിയാണ്. ഈശോയ്ക്ക് ഇത് വ്യക്തമായിട്ട് അണുവിടെ തെറ്റാതെ അറിയാം. ആണ് ഇത്രയും വ്യക്തതയുള്ള കർത്താവാണ് പലപ്പോഴായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ പീഡേൽക്കും, ഞാൻ മരിക്കും, ഇതൊക്കെ പറഞ്ഞാണ്. അതിന് അർത്ഥമൊന്നും കർത്താവിന് ദൈവിക പദ്ധതി വ്യക്തതയുണ്ടല്ല, സംശയമില്ലല്ല. ആ സംശയമില്ലാത്ത ആൾ എന്തിനാ പിന്നെ ഇങ്ങനെ ഒരു മണ്ടത്തരം പറഞ്ഞത്? എപ്പോഴാണ്? ഗെത്സമൻ തോട്ടത്തിലിരുന്ന് നൊമ്പരപ്പെട്ട് കരഞ്ഞ് പീഡയിൽ ഇങ്ങനെ നിൽക്കുന്ന നേരത്തെ നാളെ ഉറപ്പായിട്ട് ഇത്രയും നാൾ കാത്തിരുന്ന കാര്യം നടക്കാൻ വേണ്ടി, ഇത്രയും നാൾ കാത്തിരുന്ന ആ ലക്ഷ്യം നടക്കാൻ ഞാൻ അതിനുവേണ്ടി ജനിച്ചത്, ഇതെല്ലാം എനിക്ക് അറിയാവുന്ന ആള് ഈ ഗെത്സമന്റെ തലേ രാത്രി ചെയ്തിട്ട് പറഞ്ഞാൽ ഒരു ഡയലോഗ് കഴിയുന്നൊന്ന് മാറ്റിത്താണ്. അപ്പൊ ഈശോയ്ക്കും പറ്റി. ശരിയല്ലേ? അല്ലേ? നീ ദൈവശാസ്ത്രത്തിൽ ഇതൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞേക്ക് ഈശോയും പറഞ്ഞു പോയി. അതായത് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം പറയും, കർത്താവ് ഇത് ജനിക്കുന്ന സെക്കൻഡ് അതിന് മുമ്പേ വ്യക്തതയുള്ളൊരു കാര്യമാണിത്. ഇത് സംഭവിക്കണമെന്നുള്ളത്. ആ കർത്താവ് പോലും മാനുഷിക തലത്തിൽ ജീവിച്ചപ്പോ ഒരു ബലഹീനത വന്ന് അർത്ഥം കർത്താവ് ബലഹീനാണെന്നല്ല, മനുഷ്യരായ നമ്മൾ ബലഹീനാണെന്ന് ഓർമ്മിപ്പിച്ചതാ. ശരിയാണ്? അപ്പൊ ആ ബലഹീനത കർത്താവ് ഏറ്റെടുത്തു. എന്നിട്ട് സംഭവിച്ചത് നമുക്കുള്ള മാതൃക എന്താ? അടുത്ത സെക്കൻഡിൽ എന്ത് പറഞ്ഞു? എങ്കിലും അതാണ് നമുക്ക് ആവശ്യം. ഈശോ പഠിപ്പിച്ചു തരുന്ന കാര്യം എന്താ? ഈശോയ്ക്ക് തെറ്റുപറ്റിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് നാളെ പ്രോളായിരിക്കും. ഈശോ തെറ്റിയെന്നല്ല പറഞ്ഞത്. ഈശോയ്ക്കും നമ്മുടെ മാനുഷിക ബലഹീനതയിലൂടെ കടന്നുപോയി നമുക്ക് മാതൃകയാക്കിയിട്ട് കർത്താവ് അടുത്ത സ്റ്റെപ്പ് എടുത്തത് നമ്മൾ എടുക്കണം. ശരിയാണ്? ആ സ്റ്റെപ്പാണ് സംഭവം. അതായത് ഞാൻ നേരത്തെ ചോദിച്ച കാര്യം, നമുക്കാണ് ബുദ്ധി, ദൈവത്തിനാണ് ബുദ്ധി? ദൈവത്തിനാണ്. അപ്പൊ ഈശോ എന്ത് ചെയ്ത്? ഈശോന്റെ ബുദ്ധി എടുത്ത് ഇന്ന് മാറ്റിച്ചേക്ക് സുഖമായിരുന്നത്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്ത്? അല്ലല്ല, എന്റെ ബുദ്ധിയെക്കാളും വരുന്നത് ദൈവത്തിന്റെ ബുദ്ധിയാണ്. അത് യെസ് പറഞ്ഞു. ഇനി അടുത്ത ആളെ പിടിച്ച അവസ്ഥ അവസ്ഥ എന്തായിരുന്നു? ആ വിവാഹം മനസ്സമ്മതം കഴിഞ്ഞിരിക്കുകയാണ്. മനസ്സമ്മതം കഴിഞ്ഞപ്പോഴാണ് അറിയണത്. കൃത്യമാണ് പറഞ്ഞത്, വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കെ ഗർഭിണിയാണെന്ന് അറിഞ്ഞു. അപ്പൊ എന്ത് തീരുമാനിച്ചു? സത്യം പറയാം. അവസ്ഥ സംഭവമൊക്കെയാണ്. പക്ഷെ ഞാൻ രണ്ട് കുറ്റം പറഞ്ഞിട്ടേ പോകുള്ളൂ. ഞാൻ പറഞ്ഞത് ഔസിഫിലാവിന്റെ നോവൽ സെന്ററിൽ നിന്നാണ്. ഉറങ്ങുന്ന ഔസിഫിലാവ് തലകളെന്ന് ഉറങ്ങുന്നുണ്ട് പറഞ്ഞാൽ ഇവിടെ നോക്കി. അതായത് ഈ ഔസിഫിലാവിന്റെ ജീവിതത്തിൽ ഈ സംഭവം വെളിപ്പെടുത്തി കൊടുത്തു അല്ലേ? അപ്പോഴേക്കും പുള്ളി എന്ത് തീരുമാനിച്ചു? വലിയ സംഭവമൊക്കെയാണ് സംഭവിച്ചു. പക്ഷെ അങ്ങേരും ഒരു പണ്ടത്ര കാണിച്ച് തീരുമാനിച്ചു എന്ന് വചനത്തിലെന്ന് വെച്ചാൽ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് അതാണ്. ഓക്കെ അല്ലേ? പക്ഷേ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ ഈ മനുഷ്യന് സുബോധം ഉണ്ടായിരുന്നത് എന്റെ ബുദ്ധിയെക്കാളും വലുത് ദൈവത്തിന്റെ ബുദ്ധിയാണ്. അതിനോട് രസ് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പിതാവ് ആരാണ്? സഭയുടെ പാലകൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, കുടുംബങ്ങളുടെ മധ്യസ്ഥൻ, എൻ്റെ ഇടവപ്പള്ളിയിലെ തീർത്ഥാടന മധ്യസ്ഥൻ. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന കാര്യം, ഈ മനുഷ്യൻ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? പറ. ഞാനൊരു അച്ഛൻ മരിച്ചപ്പോ പെട്ടെന്ന് തന്നെ അപ്പോയിന്റ് ചെയ്താണ് ഒരാഴ്ചക്കുള്ളിൽ. അപ്പൊ ഈ പള്ളിയുണ്ട് ആ പള്ളിയുണ്ട് രണ്ട് പള്ളിയുണ്ട്. എനിക്ക് ഉറപ്പില്ലാത്ത ദിവസങ്ങളായിരുന്നു. ഒരു ദിവസം ഞാൻ സങ്കടപ്പെട്ടിട്ട് ഔസേപിതാവിന്റെ വലിയ ഔസേപിതാവിന്റെ രൂപത്തിൽ പ്രാർത്ഥിച്ചു, ഔസേപിതാവെ അന്ന് കിടന്ന് ഉറങ്ങണം, ഞാനിക്ക് ഉറക്കമില്ലൂടാ. അപ്പൊ അതാലോചിച്ചൊക്കെ ഈ മനുഷ്യന് ഉറങ്ങാൻ പറ്റുന്ന ജീവിതങ്ങളായിരുന്നാ പറ ഇല്ലേ? വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുമ്പോൾ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ അല്ലെ കെട്ടാമണ കൂടി ഗർഭിണിയാന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? സത്യം പറ, നമ്മൾ പറയുന്നത് അപ്പൊ തന്നെ എന്ത് ചെയ്യും? വാട്സപ്പ് എടുക്കൂലേ? അറിഞ്ഞില്ലേ? നാട്ടിക്കൂലേ? പക്ഷെ അങ്ങേരും നീതിമാനും വിശുദ്ധനും ആയതുകൊണ്ട് എന്ത് ചെയ്തു? രഹസ്യത്തിന് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിന്റെ അർത്ഥം എന്താ പറയും? നമ്മളാണെങ്കിൽ നമുക്ക് ഈ ഷെയർ ചെയ്ത് നാട്ടിച്ച് ഒരു ആത്മസുഖമെങ്കിലും എടുക്കാൻ, അങ്ങനെ അതുപോലും എടുത്തില്ല. ഹൃദയത്തിൽ അത് സഹിക്കാൻ തയ്യാറായി. ഹൃദയം നോമ്പരം ഏറ്റെടുത്ത മനുഷ്യനാ ഒന്ന്. എന്നിട്ട് പറഞ്ഞ ഈശോറിനെ എന്നിട്ട് ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഓടി. നാളെ യൂബർ കിട്ടിയിട്ട് പോകാന്നാണ് അവർക്ക്. അപ്പൊ തന്നെ ഓടി. രാത്രിക്ക് രാത്രി തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു തന്നെ പറഞ്ഞതൊക്കെ അപ്പ ചെയ്ത കാര്യം എന്താ? ദൈവത്തിനെ ബുദ്ധി എന്നുള്ള സുബോധം, ആ ജ്ഞാനത്തെ വിലവെക്കാനുള്ള സുബോധം. അതുകൊണ്ടല്ലേ ഇന്ന് സുവിശേഷത്തിൽ കേട്ടത്, ജ്ഞാനം അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടും. ഈ ജീവിതങ്ങൾ എടുത്തു നോക്കിയേ. മാതാവിന്റെ ജീവിതം പറഞ്ഞു, ഈശ്വരന്റെ ജീവിതം പറഞ്ഞു, ഔസേപിതാവിന്റെ ജീവിതം പറഞ്ഞു.
അവന് ജ്ഞാനത്താൽ പ്രവർത്തിച്ചപ്പോൾ അത് നീതീകരിക്കപ്പെട്ടോ. ഇന്ന് അവർ ഏത് ലെവലിലാണ് നിൽക്കണം? നമ്മളും അതെ ഞാൻ മനസ്സിലാക്കേണ്ട അറിയോ, മാതാവിനെ കുറിച്ച് ശ്രേഷ്ഠമായ ഒരു പദ്ധതി ഒരുക്കി, അതിനോട് യെസ് പറഞ്ഞപ്പോൾ സെറ്റപ്പായി. ഇല്ലെങ്കിൽ അവിടെ നാണ് എല്ലാവരും അറിയാം. ഔസേപിതാവിനെ കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദൈവം ഒരുക്കി, ആ പദ്ധതി വെളിപ്പെടുത്തിക്കൊണ്ട് അതിനോട് യെസ് പറഞ്ഞപ്പോൾ ഔസേപിതാവിന്റെ സംഭവം. ഈശോ തനിക്ക് തന്നെ തോന്നി ഇതെല്ലാം ഞാൻ ചെയ്യേണ്ടതാണ്, പക്ഷെ ആ ഈശോയ്ക്ക് പോലും വേണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷെ യെസ് പറഞ്ഞപ്പോൾ ഓക്കെ, ഇത്രയും നമ്മൾ പറയേണ്ടതുള്ളൂ. ശരിയാണല്ലേ? എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ ഇല്ലയോ? എന്നിട്ട് ആ ആത്മാവ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നോക്കണം, നിരന്തരം നമ്മളോട് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ? പറ. എന്നിട്ട് എന്താ പ്രശ്നം? എന്നിട്ടും വഴിതെറ്റാൻ കാരണം എന്താ? നമ്മളിത് കേൾക്കുന്നുണ്ട്, കേട്ടിട്ട് അതനുസരിക്കാതെ നമ്മൾ അവരെ ഇവിടെയൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പിടിച്ച് മണ്ടത്തരം കാണിച്ചിട്ട് തലവും തകർന്നു കഴിയുമ്പോൾ വരും എൻ്റെ ഇത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഈ കൗൺസിലിങ്ങിന് എതിരല്ല കേട്ടോ, എതിരല്ല. ഞാൻ കൗൺസിലിംഗ് നടത്തിയിരുന്നില്ല, പക്ഷെ ഇപ്പം നിർത്തി. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സുബോധം കിട്ടിയപ്പോഴാണ്. സുബോധം പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അടുത്ത് പലരും കൗൺസിലിംഗ് വന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇവർ വന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പം ഇതുവർക്കുള്ള കുറേ ഞാൻ പറഞ്ഞിരിക്കും. അവരെ വിഷമം പറഞ്ഞ പോലെ 1 മണിക്കൂർ കഴിയും. എനിക്കൊന്നും പറയാൻ കാര്യങ്ങളില്ല, മൊത്തം റേഡിയോ ഉള്ള ഒരു സകലതും പറഞ്ഞിട്ട് നമ്മുടെ സമയം മുഴുവൻ എനിക്കത് സമയമില്ല. അപ്പം ഞാൻ ഇവരുടെ കാലം വെച്ച് ഈ പരിപാടി നടക്കില്ല, എൻ്റെ സമയവും പോകുന്നു. ഇവരിങ്ങനെ ഒന്ന് കേൾക്കാനും തയ്യാറല്ല. അപ്പം ഞാൻ ഇതിൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ബ്രേക്ക് എടുക്കും. എന്നിട്ട് ഒരു 10-15 കഴിയുമ്പോൾ ബ്രേക്ക്, 1 മിനിറ്റ് ഒന്നും കൂടി പ്രാർത്ഥിക്കാം എന്ന് പറയണ്ട. എന്നിട്ട് ഞാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കുന്ന സാഹചര്യങ്ങളോട് ഭയങ്കര പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് എന്നെ രക്ഷിക്കുന്നതിനെ പോലുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കാമെന്ന് പറയും. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കില്ല, സത്യം പറഞ്ഞു. ഉറപ്പല്ല, എനിക്ക് അനുഭവമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത പറയണത് ഞാനല്ല, എൻ്റെ പിതാവിൻ്റെ ആത്മാവാണ് ഉദ്ധരണം. അപ്പം ഞാൻ അവരോട് എന്ത് പറയും? അവരുടെ 15 വർഷത്തെ പ്രശ്നമൊക്കെ ഞാൻ അങ്ങനെ പറയും. ശരിയാണല്ലേ? അത് പറഞ്ഞു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? അച്ഛനെന്തെങ്കിലും അറിഞ്ഞു. ശരിയാണോ? ഞാൻ ചോദിക്കട്ടെ, അവരോട് ഊട്ടിക്ക് എനിക്കൊക്കെ പരിചയമില്ല, ഇത് അവിടെ നിന്ന് കിട്ടും. പക്ഷേ ഞാൻ ചോദിക്കണം, ഞാൻ ചിന്തിച്ചൊരു കാര്യം. അപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയും? അതങ്ങനെ ഞാൻ പറയുമല്ല. അപ്പോൾ അവരുടെ പ്രശ്നം പരിഹാരം അപ്പം തന്നെ ആയി. അവർ ഓക്കെ, അവർ പോണേ. അപ്പോൾ അരമണിക്കൂറുണ്ട് കൗൺസിലിംഗ് തരും. ഇങ്ങനെ ഡ്യൂട്ടി ഇതുമായിട്ട് ഇങ്ങനെ കുറേ നാൾ പോയില്ല. കുറേ നാൾ ഞാൻ ഒരു ദിവസം ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു തോന്നൽ, ഞാൻ ചോദിച്ചെന്ന് അറിയാം. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ മുമ്പിൽ ഒരാൾ കൗൺസിലിംഗ് വന്നിരിക്കും. ഓക്കെ, ആ കൗൺസിലിംഗ് വന്നിരിക്കുന്ന ആളുടെ പ്രശ്നം ഈശോയുടെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തല്ലേ. ഓക്കെ, എനിക്കെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും വെളിപ്പെടുത്തരില്ല, കൗൺസിലിംഗ് വെളിപ്പെടുത്തല്ലേ. എന്നിട്ട് ഞാനത് അവരോട് പറയുമ്പോൾ പ്രശ്നം തീരുന്നില്ല, സമ്മതിച്ചു. എൻ്റെ ചോദ്യം ഞാൻ ഈശ്വരൻ്റെ ചിന്തിച്ച് ചോദിച്ചതെന്ന് പറയും, ഈശോയെ ഇതായത് അവരുടെ പ്രശ്നം, ഒരു അന്യനല്ല എൻ്റെ സഹോദരൻ, അവരുടെ ഒരു പ്രശ്നം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ട് അവരോട് പറയണ നേരത്ത് അവരോട് നേരിട്ട് പറഞ്ഞൂടെ? ഇനി എൻ്റെ ചോദ്യം, ഈശോ അവരോട് നേരിട്ട് പറയാനാണ്, എന്നോട് പറഞ്ഞിട്ട് എന്നിലൂടെ അവരോട് പറയാനാണ് ആഗ്രഹിക്കുന്നത്? ശരിയല്ലേ? ഇതാണ് എൻ്റെ ചിന്ത. ഞാൻ ചിന്തിക്കുന്നത്, കർത്താവ് അവരുടെ പ്രശ്നം എന്നോട് പറഞ്ഞിട്ട് എന്നിലൂടെ അവരോട് പറയുന്നത്. കർത്താവ് സത്യത്തിൽ ആഗ്രഹിക്കുന്നത് എന്താ? അവരോട് പറയാനല്ലേ. എന്നിട്ടെന്താണ് എനിക്ക് കൗൺസിലിംഗ് നടക്കുന്നത്? മനസ്സിലായോ? അവരോട് പറയാനിട്ടാണ്, അവർക്ക് കേൾക്കാനിട്ടല്ലേ. അവർക്ക് വ്യക്തതയാണ്, വെപ്രാളം. ബാക്കിയുള്ളവർ നമ്മൾ സ്വസ്ഥമായിട്ട് വാർത്തക്ക് നമുക്കിത് വെളുപ്പിക്കരുത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ എറണാകുളത്ത് ജംഗ്ഷനിൽ ലുലുമാൾ എവിടെയെങ്കിലും ഒരു തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ ഒരു ഫോൺ കോൾ വന്നാൽ നമുക്കത് ക്ലിയറായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഫോൺ ഇൻ്റർനെറ്റും എല്ലാം റെഡിയാണ്. പക്ഷെ എന്തായാലും അഭ്യർത്ഥനം. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത്, കർത്താവ് നിരന്തരം നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ട് ആത്മാവിനാൽ. പക്ഷേ നമ്മൾ ലോകത്തിൻ്റെ ബഹളത്തിൽ ഇത് കേൾക്കാതെ പോകുന്നതാണ്. ശരിയല്ലേ? ഇനി കേൾക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ആ ബുദ്ധി ഉപയോഗിച്ച് മണ്ടത്തരമാക്കി മാറ്റണം. ശരിയല്ലേ? ഒരു അനുഭവം പറഞ്ഞാൽ പുറടിച്ചാൽ ഉറക്കമനുണ്ടാകും. അപ്പോൾ നിർത്താം. പെരുന്നാളിന് കൂടിയിട്ട് കേക്ക് അതായത് ഇത്രയല്ലേ. ഞാനൊരു ദിവസം മാഞ്ഞാലിപ്പള്ളി ഇരിക്കുമ്പോൾ 12 ഇവിടെയുള്ളവരോട് പറഞ്ഞു, മാഞ്ഞാലിപ്പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരുപാട് അനുഭവം. കർത്താവ് നിരന്തരം നമ്മൾ സംസാരിക്കില്ലേ? പറ. ഓക്കെ, ഒരു അനുഭവം പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ആക്റ്റീവ് വണ്ടിക്കാണ് ഹെൽമെറ്റ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കാറുണ്ട്. പക്ഷേ അവിടെ ഒരു സബ്സ്റ്റേഷൻ പള്ളിയുണ്ട്, തൊട്ടടുത്ത പള്ളിയാണ്. ആ സബ്സ്റ്റേഷനിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഒന്നും വെക്കണ്ട, ഉള്ളിൽ കൂടി അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ വെക്കാറില്ല. അപ്പോൾ ഞാൻ വെക്കാറില്ല. അപ്പം ഞാനൊരു ദിവസം വൈകിട്ട് ആ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി വണ്ടിയുടെ അടുത്ത് വരുമ്പോൾ സാധാരണ ഹെൽമെറ്റ് എടുത്തിട്ട് മാറ്റി വെക്കും. എന്നിട്ട് ഞാൻ വണ്ടി പിടിച്ചെന്ന് പോകും. അന്ന് ഹെൽമെറ്റ് എടുത്ത് മാറ്റുന്ന നേരത്ത് ഈശോ എന്നോട് ഉള്ളിൽ പറഞ്ഞു, സത്യം ഹെൽമെറ്റ് വെക്ക് പോലീസ് ഇത്രയും പറഞ്ഞു.
അപ്പോ ഞാൻ ചെയ്ത എന്റെ അവസ്ഥയിൽ പറയണം, അത് കേട്ട പാടെ ഞാൻ പറഞ്ഞു, ഓ പിന്നെ എല്ലാവർക്കും ഞാനീ പോണല്ലേ പിന്നെ ഫ്രണ്ട് വെച്ച് ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്നേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബുദ്ധിയെടുത്ത് ഉപയോഗിക്കും. അവിടെയാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നമുക്കാണ് ബുദ്ധി ചോദിക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ഞാനത് വെച്ചിട്ട് ഹെൽമെറ്റ് ഓടിച്ചിട്ട് പോയി. എന്ത് പറ്റി? ആ ജംഗ്ഷനിലെത്തിയപ്പോൾ പോലീസ് വന്നിരിക്കുകയാണ്. അച്ഛാ ഈ ഉടുപ്പിട്ടിട്ട് ഈ പണി നാട്ടിച്ച് മെനകേടാക്കി എന്നാ കുർബാനക്ക് അത് പ്രസംഗിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത് ഇത്രയൊക്കെയല്ലേ ഉള്ളൂ? ഒരു കുഞ്ഞു കാര്യം പോലും ഈശോ വെളുപ്പിട്ട് തരുന്നില്ലേ? അടുത്ത സെക്കൻഡിൽ നീ എങ്ങോട്ട് നടക്കണം, ചിന്തിക്കണം, പറയണമെന്ന് ഈശോ പറഞ്ഞു തരും. പക്ഷെ നമ്മളിത് കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടേതായ ബുദ്ധി അല്ലെങ്കിൽ ഒരു നാട്ടുകാരുടെ ചോദിച്ച് സകലം തരിപ്പണമായി കഴിയുമ്പോൾ വരും. ശരിയാണല്ലേ? ഓരോ ദിവസവും നമുക്ക് വേണ്ട ജ്ഞാനം ഈശോ തരുന്നുണ്ട്. ശരിയാണല്ലേ? എൻ്റെ ഒരു അനുഭവം പറയാം. ഇവിടെ എന്നും രാവിലെ 1 മണിക്കൂർ ദിവ്യകാരണ ചടങ്ങിൽ ഇരുന്നിട്ടേ കുർബാന അർപ്പിച്ച് ആരംഭിക്കും. എന്തൊക്കെ ടയറാണെന്ന് അതില്ല. 5 മണി തൊട്ട് ആരാധന, ഒരു 6 വരെ ആരാധന കഴിഞ്ഞിട്ട് കുർബാന അർപ്പിക്കും. എന്തുകൊണ്ടാണ് ബുദ്ധിയോടെ പോയി ഇരിക്കുന്നത് അറിയാം? കർത്താവ് വ്യക്തമായിട്ട് വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കും. ശരിയാണല്ലേ? അത് കേൾക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ശരിക്കും ആ ഒരു പുസ്തകമായിട്ട് എല്ലാ കാര്യവും തരും. അതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞുതരാം. അപ്പം അതാണ് എൻ്റെ സംഭവം. എൻ്റെ മുമ്പ് ഒരു കാര്യം പറയാം. ഞങ്ങൾ അച്ഛന്മാർ കുറച്ച് പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഒരു അച്ഛന്മാർ. അപ്പം എല്ലാ തിങ്കളാഴ്ചകളിലും ഞങ്ങളൊരു പള്ളിയിൽ പോയിട്ട് 7 മണിയാകുമ്പോൾ ദിവ്യകാരണം അനുസരിച്ച് ജവമാല എഴുതി വചനമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് വചനമൊക്കെ വ്യാഖ്യാനിച്ച് അച്ഛന്മാരാണ്. ഇതൊന്നുമില്ലേ കൊച്ചുകൾ തീഷ്ണതയിൽ ഓടി വരുന്നേ, ഒറ്റാവശ്യം മുടക്കില്ല. അത്ര തീഷ്ണത കാര്യം എന്താ പറഞ്ഞാൽ. അപ്പം ഇതിന്ന് ഓടി തന്നെ ഉണ്ടാവും. ഓടി ഭയങ്കര തീഷ്ണതയാണ് ആ സമയം. എത്ര തിരക്കൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഇത്തിരി കൂടി തിരക്കൂടി കാര്യമില്ല. അപ്പോൾ വികാരിച്ചതിൻ്റെ അനുവാദമൊക്കെ മേടിക്കണം. എന്നാലും അവർ ഓടിയൊക്കെ വരും. ഇങ്ങനെ ഇത് പ്രാർത്ഥിച്ച് വചനമൊക്കെ വ്യാഖ്യാനിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും മുട്ടുകൊടുത്ത് എല്ലാ അച്ഛന്മാരും കൂടി കഴിച്ചു പ്രാർത്ഥിച്ചു. അപ്പം എന്ത് കിട്ടും? ഭയങ്കര അഭിഷേകം കിട്ടും, മെസ്സേജ് കിട്ടും. ഈ അച്ഛന്മാരെ കുറിച്ച് ആ ആഴ്ചക്കുള്ള കൃത്യമായ മെസ്സേജ് ഞങ്ങൾ കിട്ടും. ഇത് കേൾക്കാൻ വേണ്ടി എന്നിട്ട് പോകൂട്ട ആ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിരിക്കും. അപ്പം മുൻകൂട്ടി നമ്മളെ ഒരുക്കി ആത്മാവ്. ശരിയല്ലേ? ഇത് കേൾക്കാൻ വേണ്ടി വേണ്ടത്. എല്ലാവർക്കും ബിരിയാണി ഉണ്ടായിട്ടല്ല, കഞ്ഞിയായിട്ട്. അതായത് ഞാൻ പറഞ്ഞതെന്നറിയോ, ഈ ആത്മാവ് നമ്മുടെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് വെളിപ്പെടുത്തി തരൂല്ലേ? ഈ ജ്ഞാനം തരൂല്ലേ? പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ രാവിലെ ദിവ്യാസനത്തിലിരിക്കുമ്പോൾ കൃത്യമായിട്ട് അന്ന് എന്തൊക്കെ കുരിശുകൾ എനിക്ക് വരും, എന്തൊക്കെ അതിനുള്ള കൃത്യമായ ഉത്തരവും മറുപടിയൊക്കെ സൂചനകൾ, വ്യക്തതയൊന്നുമല്ല, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് സംഭവിച്ചു കഴിയുമ്പോൾ ഇത് രാവിലെ ഒരു തോന്നുന്നത് ഒന്നാളുള്ള ഇതൊരു കണക്ഷൻ കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് രാവിലത്തെ ആരാധന മുടക്കാത്തതും ഈ പ്രേ ഗ്രൂപ്പിൽ അച്ഛന്മാർ പോകുന്നത് മുടക്കാത്തത്. ഇത് കേൾക്കാം. ശരിയല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ ഞാനിപ്പോൾ കുർബാനയാണ്. അത് ചെറിയൊരു ഇടവകയാണ്, കുറച്ച് പേരുള്ള ഇടവകയാണ്. അപ്പോൾ അവരാരും വന്നാലും എല്ലാവരും എനിക്കറിയാം, പേഴ്സണലായിട്ട് അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴല്ല ഞാൻ അന്ന് രാവിലെ ആരാധനയ്ക്കിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എന്നോട് സംസാരിച്ച ഒരു കാര്യമില്ല. ഈശോ എന്നോട് പറഞ്ഞില്ല, ഈ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ രാവിലെ കുർബാനയ്ക്ക് വരുന്നത് ഏത് ടീമാണ്? പുരുഷന്മാരാണ് സ്ത്രീകളാണ്? സ്ത്രീകളല്ലേ? ഓക്കെ, ഓ സന്തോഷമല്ലേ? ഓക്കെ, സ്ത്രീകളാണ് സമ്മതിച്ചു. അപ്പച്ചന്മാരും വിഷം വിചാരിക്കണ്ട കേട്ടോ, തീർച്ചയാണല്ലോ അപ്പോൾ സ്ത്രീകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ത്രീകളാണ്. അപ്പോൾ ഈശ്വരിക്ക് തന്നെ തോന്നലെന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ രാവിലെ എഴുന്നേറ്റ് വരുന്നത്? ഇപ്പം തൊട്ടും നമുക്കതൊന്നും തോന്നിയില്ല. ഇത് ഈശോറൻ ചോദിച്ചൊരു ചോദ്യത്തിൽ ഞാൻ പെട്ടു. എന്ന് വെച്ചാൽ ഈ സത്യത്തിൽ ഈ രാവിലെ കുർബാനയ്ക്ക് വരാൻ അമ്മച്ചിമാർക്ക് അത്ര എളുപ്പമാണ് പറ അല്ല. അവിടെ ഞാൻ സ്ട്രൈക്കായി. അത് ശരിയാണ്, അത്ര എളുപ്പമല്ല. വീട്ടിലെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യണം, സെറ്റ് ചെയ്യണം, എന്നിട്ട് പോയിട്ട് വന്ന് തിരിച്ചു വന്നിട്ട് ഫുഡുകളൊക്കെ ചെയ്യണം. പിന്നെ ഇതിന് വരാൻ വേണ്ടി ഇവർ ഒരുങ്ങണമെങ്കിൽ അത് വേറെ. ഇതെല്ലാം സ്ട്രെയിനും ശരിക്കും എടുത്തിട്ടല്ലേ അമ്മമാർ വേണ്ടത്? പറ, സൂചിപ്പിക്കാൻ പറഞ്ഞല്ലോ ഉള്ളതല്ലേ അല്ലേ? അപ്പോൾ ആ ചിന്ത എന്നാ വായിച്ചായി ശരിയാണ്. ശരിക്കും പെയിൻ എടുക്കാൻ പറ്റുന്നത് ആണല്ലേ? ശരിക്കും ബലിയർപ്പണമാണ് ആ വരവെന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ? അപ്പം ശരിയാണ്. എന്തോരം അമ്മമാരൻ ഇത്രയും സഹിച്ച് രാവിലെ വന്നത്. അപ്പം എനിക്കതൊരു തീയായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് കർത്താവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ പാവങ്ങൾ സ്ത്രീകളാകുമ്പോൾ ഇത്തിരി ആത്മീയതയിൽ മുൻപന്തിയിലാണ്, അതുകൊണ്ടായിരിക്കും ഇതൊക്കെ പറഞ്ഞില്ല. ഈശോനെ അതുകൊണ്ടൊന്നുമല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞ വാർത്ത അറിയുള്ളൂ, സത്യം അറിയുള്ളൂ. എനിക്കിപ്പോഴും അഭിഷേകമുള്ളത് പറഞ്ഞ ഓർമ്മയില്ല. ഈശോനെ അവനെ വരുന്നതല്ല, ഞാൻ കൊണ്ടുവരുന്നതാ. കേട്ടോ? ഇത് പറയാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. കേട്ടോ? തുടർന്ന് കേട്ടോ?
എനിക്കത് ഭയങ്കര അഭിഷേകമായിരുന്നു. ആലോചിച്ച്, അവർ വരുന്നതല്ല, അവരെ ഞാൻ കൊണ്ടുവരുന്നതാണ്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരു അവിടെ കേട്ടെ. നിങ്ങളോട് പ്രത്യേക സ്നേഹം ഉണ്ട് കേട്ടോ, എനിക്കതിന് കുശുമ്പുണ്ട് പോട്ടെ. ഈശ്വരേ പ്രത്യേക സ്നേഹം കേട്ടോ, അതാണ് ഞാൻ വെളിപ്പെടുത്താൻ. അതുകൊണ്ട് അവർ വരുന്നതല്ലടാ, കൊണ്ടുവന്നാന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചേ അതെന്താണ് അവർക്ക് ഒരു സ്പെഷ്യാലിറ്റി? അപ്പോൾ ഈശ്വരൻ്റെ കാര്യം പറയൂ, കൊണ്ടുവരുന്ന കാര്യം പറയൂ. എന്നിട്ട് ഈശോ ഭയങ്കര സാധനം പറഞ്ഞു. അത് നമ്മുടെ സാധാരണ ജീവിതത്തിലെ കാര്യങ്ങൾ പോലും ഈശോയ്ക്ക് എത്ര കരുതലാണെന്നുള്ളതാണ്. ഈശോ പറഞ്ഞേ, എടാ അവർക്ക് അത്ര എളുപ്പമല്ല അവരുടെ ജീവിതം. ഈ പള്ളി വന്നാലുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, അമ്മമാർക്ക് അത്ര എളുപ്പമാണ് കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എന്തെല്ലാം പ്ലാൻ ചെയ്യണം. അമ്മച്ചിമാരൊന്ന് പാടില്ലാണ്ടായാലും വീട്ടിലെ അവസ്ഥ കുറ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യണത് അല്ലേ? ഫിനാൻഷ്യൽ കാര്യങ്ങൾ എല്ലാം. ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ ഇതൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് വിളമ്പാൻ നേരത്തെ ഇപ്പില്ല, അതില്ല, ഇതില്ല. ഇതും കേൾക്കണോ? ഒരു വടിയെടുക്കാറുണ്ടോ? വടിയെടുക്കുമോ? ഇല്ല, അത് സഹിച്ചിട്ട് അവിടെ ഇതൊക്കെ അത്ര എളുപ്പമാണ്. ഇത്രയും വിഷമങ്ങൾ, സങ്കടങ്ങൾ, ജോലിക്ക് പോകണം, ഇതാണ് കൊച്ചുങ്ങളെ റെഡിയാക്കണം, എന്തെല്ലാം മൾട്ടി ടാസ്ക്കാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞൊരു കാര്യം, എടാ അവർ വന്ന് എൻ്റെ കൃപയില്ലെങ്കിൽ ഇന്നവർ തകർന്നു. ശരിയാണല്ലേ? പല അമ്മമാരെ ആത്മഹത്യ ചെയ്യാത്തതേ ഈ കുർബാനയിൽ നിന്ന് കൃപ കിട്ടിയോണ്ടാണ്, കർത്താവ് കരുതലോടെ കാത്തുകൊണ്ടാണ്. ആണല്ലേ? എന്നിട്ട് ഇതായിരുന്നു എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര വിട്ട് വരുന്നത്. എന്നിട്ട് ഞാൻ അന്ന് കുർബാനയ്ക്ക് അങ്ങോട്ട് ശരിക്കും അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ്. ഭയങ്കര ആനന്ദത്തോട് പ്രാർത്ഥിച്ചു. ബോധം വന്നാളാ അത് പ്രാർത്ഥിച്ചിട്ടാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുർബാനയിൽ, ഞാൻ പറഞ്ഞല്ല, ഒരു ചെറിയ ഇടവകയിൽ. അതുകൊണ്ട് അവിടെ ഉള്ളവരെല്ലാവരും എനിക്കറിയാം. ഞാൻ നോക്കുമ്പോൾ ഒരു പുതുമുഖം അവിടെ, ഒരു 19 വയസ്സുള്ള ഒരു യുവതി കുർബാനയ്ക്ക് മുമ്പിലുണ്ട്. ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു, കാരണം കണ്ടിട്ടില്ല, പുതുമുഖം. ഞാൻ പ്രാർത്ഥിച്ചു. കുർബാന കഴിഞ്ഞപ്പോൾ കൊണ്ടില്ല കേട്ടോ. കുർബാന കഴിഞ്ഞപ്പോൾ ഈ യുവതി എൻ്റെ അടുത്ത് തന്നെ, എൻ്റെ അടുത്ത് നിന്ന് അയച്ചാൽ സംസാരിക്കും. ഓക്കെ, എനിക്ക് പരിചയമില്ലല്ലോ, അതൊന്നും പരിചയമില്ല. ഇവൾ വന്നിട്ട് പറഞ്ഞൊരു വാക്ക് ഞാൻ തകർന്ന് കേട്ടോട്ടെ, കണക്ഷൻ കേട്ടോട്ടെ. ഇവൾ എന്നോട് പറഞ്ഞ വാക്കുകൾ, അച്ഛാ ഞാൻ ഈ ഇടവക്കാരത്തെയാണ്, എന്നെ കെട്ടിച്ചു വിട്ടതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഞാൻ കണ്ടിട്ടില്ല, അവിടെ കെട്ടിയാൻ്റെ വീട്ടിലാണ്, കെട്ടിച്ചു വിട്ടാണ്. അപ്പം നീ എന്തായാലും ഇന്നിവിടെ, ഇന്നലെ ഞാൻ കെട്ടിയാൻ്റെ വീട്ടിൽ തല്ലുപിടിച്ച് വന്നിരിക്കുകയാണ്, വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചേ, എന്താണ് വീട്ടിൽ വന്ന് നിൽക്കാൻ കാരണം? തല്ലുപിടിച്ച് വന്നിരിക്കുകയാണ്. എന്താ കാര്യം? ഇന്നലെ രാത്രി വന്നിരിക്കും. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞേ, അതേ വെച്ചാ തകർന്നു പോയി കേട്ടോട്ടാ. അവൾ പറഞ്ഞേ, അതേ വെച്ചാ ഞാൻ ആ വീട്ടിലെ എല്ലാം പണിയെടുക്കും, എന്നിട്ട് അമ്മായിമ്മ വീട്ടിൽ തൈര് സഹായിക്കില്ല, എന്നിട്ട് കുറ്റം മുഴുവൻ ഇരിക്കാൻ എനിക്കിനി പറ്റൂലെന്ന് മാറ്റി. ഈ രാവിലെ എനിക്ക് കർത്താവ് അമ്മമാരെ കുറിച്ചൊരു ബോധ്യം തന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? മനസ്സിലായോ? ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പേ അവളുടെ പ്രശ്നം മുൻകൂട്ടി കണ്ട് അവൾക്കൊരു പരിഹാരം എന്നിലൂടെ ഒരുക്കപ്പെട്ടില്ലേ? ചെന്തൂരു സംഭവം. എനിക്കങ്ങോട്ടുണ്ടായ അഭിഷേകം ഉണ്ടല്ല. ഞാൻ എന്നിട്ട് നേരെ പറഞ്ഞു, എൻ്റെ മോളെ, അവൾ ആ ഒരു സെന്റൻസ് പറഞ്ഞില്ല, വീട്ടിൽ തല്ലുപിടിച്ച് വന്നേക്കാണ്, ഇത്ര പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ നീ നിർത്തി, നീ ഒരു കഥയും നീ പറയാൻ നിൽക്കണ്ട. നിന്റെ പ്രശ്നം മുഴുവനും എന്നോട് പറയാൻ മുമ്പ് നിന്റെ പ്രശ്നം നിന്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് പ്രഭാതത്തിൽ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനൊരു ഒരുപാട് ഈശോ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സംഭവങ്ങൾ പറഞ്ഞിട്ടാണ്. പറഞ്ഞു കഴിഞ്ഞ് പിന്നെ വ്യാഖ്യാനമൊന്നും ഉണ്ടായില്ല. അവൾ അപ്പത്തിന് എൻ്റെ മുമ്പിൽ മുട്ടി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈശോയാണ് എൻ്റെ കുടുംബം യോജിപ്പിച്ചത്. ആ ഈശോയുടെ പ്രതിനിധി അച്ഛ എന്നോട് ക്ഷമിക്കുന്നു. ആ ഈശോയെ പ്രതി മാപ്പ് പറഞ്ഞ് പ്രശ്നം തീർന്ന് അവൾ അടുത്ത സെക്കൻഡിൽ എനിക്ക് പോയി. അമേൻ. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നിന്റെ പ്രശ്നം നിനക്കുണ്ടാകുന്നതിന് മുമ്പേ നിന്റെ കർത്താവ് കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ? അറിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്യും? നടക്കട്ടെ കുറേ നാളുകൾ അങ്ങനെ വിചാരിക്കും. ആ സെക്കൻഡിൽ പരിഹാരമായിട്ട് നിന്റെ കർത്താവ് കാത്തിരിക്കുന്നു. നീ ഒന്ന് ഇരുന്നോട്, നീ ഒന്ന് കേൾക്ക്. എനിക്കുണ്ടായ അനുഭവം എന്ന് പറയും, ആ ഒരു അനുഭവം പറയല്ല. ഞാൻ വേറെ ഒരു ഉപദേശം കൊടുത്തിട്ടില്ല. അവള് ക്ലിയർ ആയില്ലേ, അവളുടെ പ്രശ്നം തീർന്ന് അവള് ഭംഗിയായിട്ട് ജീവിക്കും. മനസ്സിലായോ? ഈ ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളായി രൂപീകരിക്കപ്പെടും. നമുക്ക് ഈ ജ്ഞാനം ആത്മാവ് സെക്കൻഡുകളിൽ തന്നുകൊണ്ടിരിക്കുക. ഇത് കേൾക്കാനുള്ളൊരു ജാഗ്രത, ഇത് അനുസരിക്കാനുള്ളൊരു ജീവിത സമർപ്പണം. ഇതാണ് സമർപ്പണം. ഇതാണ് സമർപ്പണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ധ്യാനകേന്ദ്രങ്ങളിൽ ജിൻസനത്തിലൊക്കെ ധ്യാനകേന്ദ്രങ്ങളിൽ ഏറ്റവും വലിയ റൂൾ എന്താണ്? ഏറ്റവും വലിയ റൂൾ എന്താണ്? സൈലൻസ്. ശരിയല്ലേ? സൈലൻസിൽ കഴിഞ്ഞു. എന്ത് കാര്യം? ഫുൾ സൈലൻസ് ആണ്, അല്ലെങ്കിൽ സമ്മതിക്കില്ല അല്ലേ? കാര്യം എന്താണ്? അവിടെ ധ്യാനിപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ നിന്നെ അറിയുന്ന കർത്താവ് നിന്നോട് പറയാൻ അവിടെ ഉണ്ട്.
അവനെ കേൾക്കാനാണ് ബാക്കി സമയം സൈലൻസ് ഞാനല്ല. ശരിയാണ്, നമ്മൾ ധ്യാനിപ്പിക്കുന്നത് ഈശോയുടെ ആത്മാവാണതേ. അച്ഛൻ ആത്മാവിനെ നയിക്കപ്പെട്ട് ചില പോയിന്റ് തന്നു വിടുന്നു. അതിനെക്കുറിച്ച് നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിന്നെ ധ്യാനിപ്പിക്കുന്നത് നിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് ആണ്. അതിനെല്ലാം സൈലൻസ്. ആ സൈലൻസിലൂടെ നമ്മൾ കൊണ്ടുപോകണേ. ആത്മാവ് എല്ലാം നയിക്കുന്നേ, എല്ലാം പറഞ്ഞു തരും. നമ്മളെക്കുറിച്ച് ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടാകുന്ന നാശത്തിനല്ല, ക്ഷേമത്തിനാണെങ്കിൽ ആ ക്ഷേമത്തിന്റെ പദ്ധതി നമ്മൾ എത്തിക്കാൻ കർത്താവിനാണ്. ഇനി ഒരെണ്ണം കൂടി പറഞ്ഞു, ഒറ്റ പോയിന്റ് ഞാൻ ചോദിക്കട്ടെ. മാലിന്യത്തിൽ സമർപ്പണം, നമ്മുടെ ജീവിതം സമർപ്പണം എന്നുള്ള സിസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ. നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളെല്ലാവരും ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടവരല്ലേ? എൻ്റെ ചോദ്യം, നമ്മളെന്തിനാണ് ഈശോയ്ക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കണം? എനിക്ക് മനസ്സിലാവുന്ന അതറിഞ്ഞിട്ട് ആ സമർപ്പണ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാവും. എന്തിനാണ് നമ്മൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞു പെട്ടെന്ന് പറയാം. ലാസ്റ്റ് വരും, നമ്മളെന്തിനാണ് ഈശോയ്ക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നത്? ഈശോയ്ക്ക് വേറെ ആരെങ്കിലും കിട്ടൂലേ? മാലാഖമാരൊക്കെ ഉണ്ടല്ലോ. ദൈവത്തെ അറിഞ്ഞിട്ട് എന്തിനാണ്? അറിഞ്ഞിട്ട് തന്നെ വരുമോ? നമ്മളെന്തിനാണ് ഈശോയ്ക്ക് ജീവിതം സമർപ്പിക്കുന്നത്? എൻ്റെ ചോദ്യം. പിതാവാണ് ഈശോ എന്നാണ്. എന്തിനു വേണ്ടിയാണ്? വെരി സിമ്പിൾ. ഞാൻ പറഞ്ഞിട്ടില്ല, വെരി സിമ്പിൾ. നമ്മൾ സമർപ്പിക്കണതേ നമുക്ക് ദൈവത്തിന് വേണ്ടിയൊന്നുമല്ല, ദൈവത്തിനൊന്നും കിട്ടാനല്ല നിങ്ങൾ സമർപ്പിച്ചത് അല്ലേ? അതിൽ ശ്രേഷ്ഠമായ മാലാഖമാരും വിശ്വസ്തരായ ആൾക്കാരും ദൂതന്മാരും ഈശോയ്ക്കുണ്ട്. ശരിയല്ലേ? നമ്മൾ സമർപ്പിക്കണം. നിങ്ങളങ്ങനെ വിചാരിച്ചിരിക്കരുത് എൻ്റെ ജീവിതം അങ്ങനെ സമർപ്പിച്ചപ്പോൾ കർത്താവിന് ഭയങ്കര സംഭവമില്ല. അല്ല, നിന്റെ ജീവിതം സമർപ്പിച്ച നിനക്കാണ് ശ്രേഷ്ഠത. എൻ്റെ കാര്യം അറിയും, കർത്താവ് നിന്നോട് ജീവിതം എനിക്ക് സമർപ്പിക്കാൻ പറഞ്ഞതറിയും. നീ മണ്ടനാ, നീ പൊട്ടനാ, നിനക്ക് ഈ ജ്ഞാനമില്ല, നീ എനിക്കങ്ങനെ സമർപ്പിക്കുക. അപ്പൊ ഞാൻ നിനക്ക് കുറിച്ചുള്ള ആ പദ്ധതി നിന്റെ കൂടെ നിറവേറ്റണം. അപ്പൊ നീയാണ് ശ്രേഷ്ഠയാവണം. ആണല്ലേ? നിന്നെ വളർത്താനാണ് നിന്റെ സമർപ്പണം. നീ സമർപ്പിക്കുമ്പോഴല്ല, നീ അനുസരിക്കുമ്പോഴല്ല, നീ ബ്രഹ്മചാര്യം വേണ്ടെന്ന് നോക്കുമ്പോഴല്ല, നീ സമ്പത്ത് വേണ്ടെന്ന് വെക്കുമ്പോഴല്ല. നീ വിചാരിക്കരുത് ഞാൻ കളഞ്ഞിട്ട് കർത്താവിനെ അവിടെ സംഭവമാക്കിയതല്ല. നിന്നെ കർത്താവ് സംഭവമാക്കണയാണ്. കാരണം ഈ സമ്പത്തൊന്നും അല്ല നിന്റെ ജീവിതം, ഈ കർത്താവാണ് നിന്റെ ജീവിതം. ഈ ലോകത്തുള്ള ഒന്നുമല്ല, ഇതിനേക്കാളും വലിയൊരു ശ്രേഷ്ഠ ജീവിതം നിനക്കുണ്ടല്ലേ. അതിലേക്ക് നിന്നെ കൊണ്ടുവരാൻ സമർപ്പിക്കുകയാണ്. എന്നിട്ട് കർത്താവിന് നിനക്ക് കിട്ടാനല്ല, നിന്നെ ശ്രേഷ്ഠമാക്കാനാണ്. ആണല്ലേ? ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ സമർപ്പിക്കൂലേ? ഇതൊന്നും വേണ്ട. ഈ ബ്രദർ ഇതല്ലേ പറഞ്ഞിട്ടില്ല ഇത്ര നേരം. ഇത് മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുകൊണ്ട് പോകില്ല. പക്ഷെ ഇതൊക്കെ വിട്ട് കഴിയുമ്പോൾ ഒരു സമാധാനമുണ്ട്. അത് നോക്കിയാൽ ലെസ് ലഗേജ്, മോർ കംഫർട്ട്. ഞാൻ ഈ ലോകത്തിന്റെ ബഹളത്തിന് ഓടി നടത്തിച്ചാൽ അതൊക്കെ ഒരു ദിവസം കർത്താവ് പിടിച്ചിട്ട് കുതിരപ്പുറത്തുനിന്ന് ചവിട്ടി താഴേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ടില്ല, സുബോധം കിട്ടിക്കഴിഞ്ഞിട്ട് ഒന്നും വേണ്ടെന്നായി. ഒന്നുമില്ലാണ്ട് ജീവിച്ചു, പട്ടിണി കിടന്ന് ജീവിച്ചു, ഭക്ഷണം കഴിക്കാതെ ഈശ്വരൻ ആരാധിച്ച് കംപ്ലീറ്റ് ദിവസം ജീവിച്ചു. അങ്ങനെ എന്തായിട്ടൊക്കെ എന്തൊക്കെയെന്നറിയോ? കംപ്ലീറ്റ് സമയം ഭക്ഷണം വേണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടായിരുന്ന ആളാണ്. ഇതെല്ലാം വളർന്നിട്ട് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഈശോ എന്ന് പറഞ്ഞാണ്. അവിടെ അന്ന് കിട്ടി എൻ്റെ ശരീരമൊക്കെ ഇൻവിറ്റ് പോകുന്നത് ഹാർട്ട് ഇൻഫെക്റ്റഡ് ആയിപ്പോയി. ഭക്ഷണം കഴിക്കാനുണ്ട്, ബ്ലോക്ക് തിന്നിട്ട് ബ്ലോക്കൊന്നുമല്ല, ഹാർട്ട് ഇൻഫെക്റ്റഡ് ആയി. എന്നിട്ട് വൈദ്യശാസ്ത്രം കഴിയുന്നു. 1 മാസക്കാലം 1.5 ദിവസം തുടർച്ചയായ ഹാർട്ട് സർജറിക്ക് വിധേയമാണ്. എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞു അച്ഛന് 6 മാസം ബെഡ് റെസ്റ്റ്. കർത്താവ് 2-ാം മാസം പുറത്തുപോയി. ഇവിടെ നോക്കി എനിക്കുള്ള കുഴപ്പമുണ്ടാകും. 2ാമത് കേട്ടോ, അവിടെയാണ് എന്നെ ടെസ്റ്റ് വന്നത്. കർത്താവിന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം ഞാൻ പറയണം. എന്നിട്ട് 2ാമത്തെ ഒരു നിർദ്ദേശം പറഞ്ഞത് അച്ഛൻ 1 മാസക്കാലം 1.5 ദിവസം തുടർച്ചയായ ഹാർട്ട് സർജറി കഴിഞ്ഞുകൊണ്ട് അച്ഛൻ്റെ 1 മാസം 1.5 ദിവസം തുടർച്ചയായിട്ട് ഹാർട്ട് സർജറി കഴിഞ്ഞുകൊണ്ട് അച്ഛന് ലെൻസ് ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് അച്ഛന് ഒരു കാരണവശാലും ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടാട്ടാ, എനിക്ക് തന്നെ വരാം. ഇപ്പൊ 24 മണിക്കൂർ ഈശോയുടെ പ്രവർത്തനം പ്രവേശിക്കുന്നു. ആരാ സുഖപ്പെടുത്തിയത്? ഈശോന്റെ പദ്ധതി അറിഞ്ഞപ്പോൾ വൈദ്യശാസ്ത്രം പറയുന്നത് അപ്പുറത്ത് കൊണ്ടുപോയി, നമ്മളെ കൊണ്ടുപോയി. അവൻ്റെ പദ്ധതി ശ്രേഷ്ഠമാണെന്നേ വൈദ്യശാസ്ത്രം. ഇനി 3ാമത് പറഞ്ഞ ഹാർട്ട് സർജറി കഴിഞ്ഞ എല്ലാവരും ജീവിതാന്ത്യത്തിന് മരുന്ന് കഴിയും വേണ്ടേ? 3-ാം മാസം കണ്ടാവും ഈശോ വൈദ്യശാസ്ത്രം തന്നെ പറഞ്ഞു ഈ മരുന്നൊന്നും വേണ്ട, പോയിക്കോ. പിന്നെ കുഴപ്പമുണ്ടാകും വിചാരിക്കുന്ന കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടാ. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞത് നമുക്ക് സഹനങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മളെ ഉയർത്തുന്നൊരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവ് നമ്മൾ നിരന്തരം നമ്മുടെ ഈ ക്ഷേമത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുപോകാൻ നിരന്തരം ഓരോ സെക്കൻഡിലും നമ്മളോട് ഈ ജ്ഞാനം വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആ ജ്ഞാനം കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ഈ ലോകത്തിൻ്റെ അറിവിൻ്റെ പുറകെയാണ്. അറിവ് വേണ്ടതല്ല, അറിവിനെ അതിശയിക്കുന്ന
ആദ്യം അതിശയിക്കുന്ന ഈ ജ്ഞാനത്തിലേക്ക് വളരാൻ നമുക്കാകട്ടെ. നമുക്ക് അതിൻ്റെ എന്ന് പ്രാർത്ഥിച്ച് കാഴ്ചവെപ്പ് ഗാനം ആരംഭിച്ച് നമുക്ക് ഈ വിശുദ്ധതയിൽ നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കാം. നന്ദി പറഞ്ഞ് സമർപ്പിക്കുക. എൻ്റെ ജീവിതം, എൻ്റെ സമർപ്പിത ജീവിതം, എൻ്റെ ദൈവം എന്നെ വളർത്താനാണ്. ആ വളർത്താനുള്ള ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് പൂർണ്ണ സമർപ്പണത്തിൽ അനുഗ്രഹീതരാകാൻ പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ മരിച്ച ബോർഡിന് വേണ്ടി ആവശ്യമെങ്കിൽ പ്രാർത്ഥിക്കാം. ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ബ്രദർ ജൂഡ് ജോസഫിന്റെ സഹോദരനാണ്. എറണാകുളം സോണൽ ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററാണ് ജൂഡ് ജോസഫ്. അദ്ദേഹം തീഷ്ണതയായ ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് മരിച്ചപ്പോൾ. ആ ആത്മാവിന് വേണ്ടി നമുക്ക് ഈ ബലി സമർപ്പിച്ചു. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാരമില്ലേ തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ. സഹോദരന്റെയും നിങ്ങളുടെയും സർവശക്തൻ പിതാവുമായി സ്വീകാര്യമായി ചെയ്യാൻ വേണ്ടി സ്തുതിക്കും നന്മയ്ക്കും നമ്മുടെ ഈ വാക്യത്തിന് സഭകളുടെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളുടെയും സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ആരാധനയും ബലി സ്വീകരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്ന കാണിക്കകൾ ഞങ്ങളുടെ ജീവിതങ്ങളും ജ്ഞാനവും ശക്തിയും ഞങ്ങൾ പ്രദാനം ചെയ്യുന്നു. പാപക്കറകളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടല്ലേ. കർത്താവ് നിങ്ങളോട് കൂടെ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിക്കും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അങ്ങ് ഓരോ കാലയളവിലും യോജിച്ച ദാനങ്ങൾ നടത്തി വിസ്മയകരമായ വിധത്തിൽ അങ്ങേ സഭയുടെ ഭരണം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തിരുസഭയെ സഹായിക്കുന്നതിൽ നിന്ന് അങ്ങ് ഒരിക്കലും വിരമിക്കുന്നില്ല. അങ്ങനെ നിരന്തരം അങ്ങേക്ക് വിധേയപ്പെട്ട മനസ്സോടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ക്ലേശങ്ങളിൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നതിൽ സഭ ഒരിക്കലും വീഴ്ച വരുത്താതിരിക്കുകയും സന്തോഷങ്ങളിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നത് ഒരിക്കലും വിരമിക്കാതിരിക്കുകയും ചെയ്യട്ടെ. ആകയാൽ മാലാകവൃന്ദങ്ങളോടൊന്ന് ചേർന്ന് സന്തോഷത്തോടെ പ്രഘോഷിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, യഥാർത്ഥത്തിൽ പരിശുദ്ധനാണ്. അങ്ങേ ജനത്തിന്റെ ഈ കാഴ്ച വസ്തുക്കൾ പറഞ്ഞു അവയുടെ മേൽ അങ്ങേ ആത്മാവിന്റെ ശക്തി വർഷിപ്പിച്ചവരുടെ അങ്ങേ പ്രിയപ്പെട്ട ശരീരവും രക്തവുമാണ് തീരുവാനാണ്. അത്താഴ
അവിടുന്ന് അപ്പമെടുത്ത് അംഗീകൃതച്ച് പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എന്താണ് ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്നു എൻ്റെ ശരീരം ആണ്. അപ്രകാരം അത്താഴം കഴിഞ്ഞ് മുന്തിരിച്ചാറ് പറഞ്ഞ പാനപാത്രം വീണ്ടും അംഗീകൃതച്ചതാസ്ത്രം ചൊല്ലി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കും, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനാൽ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങളുടെ സഹാകുഞ്ഞാട് സുനിശ്ചിത സമാധാനവുമായ അങ്ങേപുത്രൻ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് അവിടുത്തെ മരണം മരിച്ചവരുടെ കാലം ഞങ്ങൾ ആഘോഷിക്കും. അവിടുത്തെ അനുഗ്രഹപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യനെ അങ്ങയോട് അനുരഞ്ജിപ്പിക്കുന്ന ഇന്നലെ കാരുണ്യവും വിശ്വസ്തതയും പറഞ്ഞ ദൈവമായ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണാസമ്പന്നനായ അങ്ങേപുത്രന്റെ ഈ വഴിയായി അങ്ങയോടൊന്നിപ്പിക്കുന്ന ഇവരെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കും. ഒരേ അപ്പത്തിൽ ഒരേ പാനപാത്രത്തിലും പാകവാക്കുകളാകുന്ന ഇവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല ഭിന്നതകളും അകറ്റുന്ന ക്രിസ്തു ഏക ശരീരമായി ഒന്നിച്ചു ചേർന്നു. ഞങ്ങളുടെ ലിയോ 14 പാപ്പാനോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും ആന്റണി മെത്രാനോടും ഒന്നു ചേർന്നു ഞങ്ങളെപ്പോഴും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഐക്യത്തിൽ നിലനിർത്താൻ കഴിയണം. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും സകല വിശുദ്ധരോടും അങ്ങേ കരുണയ്ക്കായി വിനയപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ മരണമടഞ്ഞ സഹോദരനോടുമൊപ്പം അങ്ങേ സ്വർഗീയ ഭവനത്തിൽ വിശുദ്ധരുടെ മധ്യേ അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ വിശുദ്ധരായി നിൽക്കുന്നത് വരെ അങ്ങേ രാജ്യത്തിൻ്റെ ആഗമനം പ്രതീക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെയൊടുവിൽ ജീർണതയുടെ ക്ഷതത്തിൽ നിന്ന് വിമുക്തരായി പൂർണ്ണമായി നവസൃഷ്ടികളാക്കപ്പെട്ട് എന്നും ജീവിക്കുന്ന അങ്ങേ ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാഗീതം സന്തോഷപൂർവ്വം അങ്ങേക്കാൾ ഞങ്ങൾ ആലപിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശകൾക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കണ്ണിവാർന്നു നൽകുന്നു. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തന്നെയാണ്. അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥനകൾ കേട്ടരുതേ. സമാധാനം നിങ്ങളോട്
കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഇത് ദൈവത്തിൻ്റെ ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ കുഞ്ഞാട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീ പ്രവേശിക്കാൻ ഞാൻ യോഗ്യത എന്റെ ആത്മാവ് നിത്യജീവൻ ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനെന്നിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എന്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എന്റെ ജീവിതം തരുന്നു ഞാൻ. അമ്മയേക്കാൾ സ്നേഹമേറും ദൈവമേ സർവസ്വമേ ഏകനായി ഞാൻ നിന്റെ മുൻപിൽ ദാഹമോടെ നിന്നിടുന്നു. അവിവേകിയ അരുതായ്മകൾ ചെയ്തു പോയതോ കരുതേ. അലിവോടെ നിൻ മകനാം ഗണേ ലോകപാത ഞാൻ വെടിയ. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ ആഗതനായി സാഷ്ടാംഗം
പ്രണമിച്ചിത എന്റെ ജീവിതം തരുന്നു ഞാൻ. ആഴിയേക്കാൾ ആഴമേറും ശാന്തിയായി നീ ഒഴുകി വരൂ. സൂര്യനേക്കാൾ ശോഭയേറും ദീപമായി നീ തെളിഞ്ഞുയരൂ. ആപത്തിലും പാപത്തിലും ആശ്രയേകി വന്നിടണേ. ആശ്വാസമായി ആലംബമായി ആത്മദാരി വാണിടണേ. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം. ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനെന്നെ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിത എന്റെ ജീവിതം തരുന്നു ഞാൻ. നമുക്ക് കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ച ദാനങ്ങൾ ഞങ്ങളെ പുഷ്ടിപ്പെടുത്തട്ടെ. അങ്ങനെ അങ്ങേ അപ്പസ്തോലന്മാരിൽ അവർക്കും വിധം അങ്ങ് ചൊല്ലിഞ്ഞ അതേ ആത്മാവായി ഞങ്ങൾ നിരന്തരം ഉച്ചരിപ്പിച്ച് നയിക്കപ്പെടുമാറാണ്. കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടയുടെ നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സമാധാനത്തിൽ പോകുന്നു ദിവ്യബലി സമാപിച്ചു. താങ്ക് യു. സ്നേഹമുള്ളവരെ, നന്ദിയുടെ ഒരു വാക്ക് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നമുക്ക് നല്ലൊരു സന്ദേശവും നൽകുകയും ചെയ്തത് മറ്റാരുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ ബൈജു കുട്ടിക്കൽ അച്ഛനാണ്. അച്ഛൻ എറണാകുളം സോണിന്റെ ആനിമേറ്റർ കൂടിയാണ്. നമുക്ക് മനോഹരമായ സന്ദേശമാണ് അച്ഛൻ നൽകിയത്. നമ്മുടെ പ്രഭാതത്തിൽ കേട്ട ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും വ്യക്തിപര പ്രാർത്ഥനയെ കുറിച്ചും നമ്മൾ പഠിച്ച ക്ലാസിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുമാറ് അച്ഛൻ നമുക്ക് നൽകിയ സന്ദേശത്തിലെ നമ്മുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണമെന്നും ദൈവത്തിന്റെ ഹിതം ആരായണമെന്നും അതോടൊപ്പം മറ്റൊരു കാര്യം അച്ഛൻ പറഞ്ഞു. അതാണ് എന്നെ ഏറ്റവും ജ്വലിപ്പിച്ചത്. നമ്മള് ഹിതമാരാഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് സ്വർഗം കട്ടെടുക്കണമെന്ന് നമുക്ക് ഈ 3 ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടാം. അച്ഛൻ ഈ എറണാകുളം സോണിലെ 13 സോണിലെ ആളുകളുടെ മണമറിയുന്ന നല്ല ഇടയിലാണ് ഏത് ശുശ്രൂഷകളുണ്ടെങ്കിലും ഓടിയെത്തുന്ന അച്ഛൻ. അച്ഛൻ പറഞ്ഞു, അച്ഛന്റെ ഇടവകയില് ഔസേപിതാവ് ഉറങ്ങിക്കിടക്കുകയാണ്. ഔസേപിതാവ് ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ അച്ഛൻ ഭീഷണതയാൽ ക്ഷണിച്ചുകൊണ്ട് ഓടി നടക്കുക. അച്ഛന്റെ എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷകളും കൂടുതൽ വിജയകരമാകാനും ആത്മാവിൽ നയിക്കപ്പെടാൻ വേണ്ടി ഇന്ന് അച്ഛന്റെ പള്ളി ഇടവ പള്ളിയിലെ കൊടികയറ്റമാണ്. അതിനിടയിലാണ് അച്ഛൻ നമുക്കായിട്ട് ശുശ്രൂഷ നയിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. നമുക്കൊരു നിമിഷം അച്ഛനെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനും ഉച്ചരിക്കപ്പെടാനും
ആത്മാവിന് പാടി ജോലിപ്പിച്ചതാണ് കിട്ടുന്ന പേഴ്സണൽ പേരിലേക്ക് അത്